Good afternoon to all. Good afternoon, ma'am. Good afternoon, ma'am. Good afternoon, ma'am. Yeah, good afternoon. Good afternoon. Good afternoon, Gayatri. Good afternoon, ma'am. Good afternoon, sir. Okay. നമ്മുടെ ഫസ്റ്റ് ക്ലാസ് ആണ് അല്ലേ? എൻ്റെ പേര് ശരണ്യ. ഓക്കെ, നമ്മളിന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ടോപ്പിക്, പ്ലീസ് മ്യൂട്ട് ചെയ്യാവോ എല്ലാവരും? ഗുഡ് ആഫ്റ്റർനൂൺ രമ്യ. ബിനോയ്. ഓക്കെ, ഓക്കെ, ക്ലാസ് സ്റ്റാർട്ട് ചെയ്യാം. Okay, ma'am. Okay, miss. ഓക്കെ, നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ടോപ്പിക് എന്ന് പറയുന്നത് മാനേജ്മെന്റ് ഓഫ് സ്പില്ലേജ് വേസ്റ്റ് ആണ്. പുതിയ ചാപ്റ്റർ ആണ് മാനേജ്മെന്റ് ഓഫ് സ്പില്ലേജ് വേസ്റ്റ്. ക്ലിയർ ആയെന്ന് വിശ്വസിക്കുന്നു. മാനേജ്മെന്റ് ഓഫ് സ്പില്ലേജ് വേസ്റ്റ്. ഓക്കെ, ക്ലിയർ അല്ലേ ഞാൻ പറയുന്നത്? Clear. Yes, ma'am. പേരൊന്നും കൂടി ഒന്ന് പറയാമോ? ക്ലിയർ അല്ലായിരുന്നു. മാനേജ്മെന്റ് ഓഫ് സ്പില്ലേജ് വേസ്റ്റ്. മാമിന്റെ പേര്. എന്റെ പേരാ? ഓക്കെ, ഓക്കെ, ശരണ്യ. ഓക്കെ മാം. ഓക്കെ, ഓക്കെ. Let's start. മാനേജ്മെന്റ് ഓഫ് സ്പില്ലേജ് വേസ്റ്റ് എന്താണ് നിങ്ങൾക്കറിയാം? ലാബ് സേഫ്റ്റി വളരെ ഇമ്പോർട്ടന്റ് ആണ് ഇതിൽ. ലാബ് സേഫ്റ്റി എന്താണ്? ലാബ് സേഫ്റ്റി ഒരു ലാബിന്റെ സുരക്ഷ എന്ന് പറയുന്നത്, ഹോസ്പിറ്റൽ ലാബിന്റെ സുരക്ഷ എന്ന് പറയുന്നത് അവിടുത്തെ ഹെൽത്ത് സ്റ്റാഫിന്റെ മാത്രം സുരക്ഷയാണോ? അല്ല, ഒരു പബ്ലിക്കിനെ അല്ലെ, പബ്ലിക്കിന്റെയും സുരക്ഷ കൂടിയാണത്. പൊതുജനത്തിന്റെയും സുരക്ഷയെ അത് ബാധിക്കുന്നുണ്ട്. ഒരു ലാബിന്റെ സുരക്ഷ, ലാബിന്റെ സേഫ്റ്റി. ഓക്കെ, അപ്പൊ അത് ഉറപ്പുവരുത്തേണ്ടത്, ആ സേഫ്റ്റി ഉറപ്പുവരുത്തേണ്ടത് ലാബ് ടെക്നീഷ്യന്റെ ആകാം, അല്ലെങ്കിൽ ഹോസ്പിറ്റൽ മാനേജ്മെന്റിന്റെ ആകാം, എല്ലാവരുടെയും ഒരു റെസ്പോൺസിബിലിറ്റി ആണ്. അവരുടെ ഒരു കൂട്ടായ ഉത്തരവാദിത്തമാണ് സേഫ്റ്റി ഉറപ്പാക്കുക എന്നുള്ളത്. അപ്പൊ ഏതൊരു ലാബും പ്രവർത്തിക്കുന്നത് ക്ലിയർ അല്ലേ? ഓക്കെ, അപ്പൊ ഏതൊരു ലാബും പ്രവർത്തിക്കുന്നത് അതിന്റെ ഏജൻസികളായ, അതിനെ നിയന്ത്രിക്കുന്ന റൂൾസ് ആൻഡ് റെഗുലേഷൻസ് നിയന്ത്രിക്കുന്ന ഏജൻസികളാണ് വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷൻ അല്ലെ, WHO, ദെൻ OSHA, പിന്നെ കേന്ദ്ര ഗവൺമെന്റ് അല്ലെങ്കിൽ സ്റ്റേറ്റ് ഗവൺമെന്റിന്റെ ഒക്കെ ലബോറട്ടറീസ് റൂൾസ് ബേസ് ചെയ്തിട്ടാണ്. അതിൽ പറയുന്ന നിഷ്കർഷിക്കുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് എന്താണ്? ലാബിന്റെ സുരക്ഷ, സേഫ്റ്റി വളരെ ഇമ്പോർട്ടന്റ് ആണെന്നാണ്. ഓക്കെ, അപ്പൊ ഇതിൽ വരുന്ന ലാബിന്റെ സേഫ്റ്റിയിൽ വരുന്ന ഒരു ടോപ്പിക്കാണ് സ്പിൽ മാനേജ്മെന്റ്. Okay. അപ്പോൾ അതാണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ക്ലിയർ അല്ലേ? ക്ലിയർ ആണ്. ഓക്കെ, വെരി ഗുഡ്. അപ്പൊ വാട്ട് ഈസ് സ്പിൽ മാനേജ്മെന്റ്? എന്താണ് സ്പിൽ മാനേജ്മെന്റ് എന്ന് പറയുന്നത്? നമുക്ക് എല്ലാവർക്കും അറിയാം, ലാബില് പലതരത്തിലുള്ള ഡിഫറെന്റ് കൈൻഡ്സ് ഓഫ് ടെസ്റ്റുകൾ നടക്കുന്നുണ്ട് അല്ലേ? പലതരത്തിലുള്ള സാമ്പിൾസ് എത്തുന്നുണ്ട്. ഉണ്ട്. അതെ, നൂറുകണക്കിന് അല്ലെങ്കിൽ ആയിരക്കണക്കിന് മൈക്രോ ഓർഗാനിസംസ് ഉണ്ട് അവിടെ അല്ലേ? ഡേഞ്ചറസ് ആയിട്ടുള്ള അല്ലെങ്കിൽ ഡേഞ്ചറസ് അല്ലാത്ത സാമ്പിൾസ് അവിടെ എത്തുന്നുണ്ട്. അപ്പൊ അതെല്ലാം ഹാൻഡിൽ ചെയ്യുന്നത് അവിടുത്തെ ലാബ് ടെക്നീഷ്യൻ. മ്യൂട്ട് ചെയ്യാവോ എല്ലാവരും?
ലാബ് ടെക്നീഷ്യൻസ് ആണ് അല്ലേ? അപ്പൊ അപൂർവമായിട്ടാണെങ്കിലും അതിന് ലീക്കേജ് സംഭവിക്കാം. ഒരു ബോട്ടിൽ ഇപ്പോ സ്റ്റോർ ചെയ്ത് വെച്ചിരിക്കുന്ന ബ്ലഡ് ആകാം, അല്ലെങ്കിൽ എന്തെങ്കിലും ആകാം. ഓക്കെ, അതിന് ലീക്കേജ് സംഭവിച്ചാൽ, ഇപ്പൊ താഴെ വീണ് സ്പ്രെഡ് ആയാൽ, ഓക്കെ, ഫ്ലോറിൽ സ്പ്രെഡ് ആയാൽ, അപൂർവമായിട്ടാണെങ്കിൽ അങ്ങനെ സംഭവിക്കാറുണ്ട്. അപ്പൊ ഇത്തരം കേസസിൽ എങ്ങനെയാണ് സ്പില്ലിനെ ഹാൻഡിൽ ചെയ്യുന്നത്? ഓക്കെ, അപ്പൊ ഇത്തരം സിറ്റുവേഷൻസിൽ അവർ എങ്ങനെയാണ് ഈ സ്പില്ലിനെ ഹാൻഡിൽ ചെയ്യുന്നത് എന്നതാണ് സ്പിൽ മാനേജ്മെന്റ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ക്ലിയർ ആയോ? Yes, ma'am. ക്ലിയർ ആണ്, ക്ലിയർ ആണ്. ഓക്കെ, Yes, ma'am. അപ്പോ Clear ആയി madam. ക്ലിയർ ആണെന്ന് വിശ്വസിക്കുന്നു. ദെൻ അപ്പൊ ഒരു മെറ്റീരിയൽ അല്ലെങ്കിൽ ഒരു സബ്സ്റ്റാൻസ് ആയിരിക്കാം, അതിന് നമ്മളൊരു സ്റ്റോറേജ് പ്ലേസിൽ സ്റ്റോർ ചെയ്ത് വെച്ചിരിക്കുന്നു. അത് ലീക്ക് ആവുന്ന ഒരു ചാൻസസ് ഉണ്ട് അല്ലേ? ചിലപ്പോൾ അത് ലീക്കേജ് സംഭവിക്കാം. അതിന് ഈ ലീക്കേജ് ആകുന്നതിനെയാണ് നമ്മൾ സ്പില്ലേജ് വേസ്റ്റ് എന്ന് പറയുന്നത്. ഓക്കെ, നമ്മളൊരു സ്റ്റോറേജ് പ്ലേസിൽ സ്റ്റോർ ചെയ്ത് വെച്ചിരിക്കുന്ന മെറ്റീരിയൽസ് ആകാം, അല്ലെങ്കിൽ സബ്സ്റ്റാൻസസ് ആകാം, ലീക്കേജ് ആകാം, അതിന് ലീക്കേജ് സംഭവിക്കാം. അപ്പൊ ഇതിനെയാണ് നമ്മൾ സ്പില്ലേജ് വേസ്റ്റ് എന്ന് പറയുന്നത്. ഓക്കെ, ക്ലിയർ ആയോ? എന്താണ് സ്പില്ലേജ് വേസ്റ്റ് എന്ന്? Okay, ma'am. എടാ ലീക്കേജ് സംഭവിക്കുന്ന ഒരു ഇതിനെ പറയുന്ന പേര്. ക്ലിയർ ആയെന്ന് വിശ്വസിക്കുന്നു. നമുക്ക് ഈ PDF എല്ലാവർക്കും വിസിബിൾ അല്ലേ? കാണാൻ കഴിയുന്നില്ലേ? സ്ക്രീൻ ആ, കാണാൻ madam. കഴിയുന്നില്ലേ? Okay. മാഡം ഒന്ന് സ്ക്രീൻ ചെയ്യാവോ? Okay, I will read it. Just listen here. Okay, Okay, any madam. item or material. Okay, any item or material that has spilled or leaked from its designated container or place is referred to as spillage waste. നമ്മൾ സ്റ്റോർ ചെയ്ത് വെച്ചിരിക്കുന്ന ഒരു പ്ലേസിൽ നിന്നും ലീക്ക് ആവുന്ന മെറ്റീരിയൽസോ സബ്സ്റ്റാൻസിനെയോ ആ ലീക്കേജിനെയാണ് നമ്മൾ സ്പില്ലേജ് വേസ്റ്റ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ ഹോസ്പിറ്റൽസിൽ ഇങ്ങനെ ലീക്കേജസ് ഉണ്ടാവുന്നുണ്ട് അല്ലേ? ഹോസ്പിറ്റൽസിൽ മാത്രമാണോ? അല്ല, ലാബുകളിൽ സംഭവിക്കുന്നുണ്ട്, ലബോറട്ടറീസിൽ സംഭവിക്കുന്നുണ്ട്, ദെൻ ഇൻഡസ്ട്രിയിൽ സംഭവിക്കുന്നുണ്ട് അല്ലേ? ഈവൻ നമ്മുടെ വീടുകളിൽ പോലും സംഭവിക്കുന്നുണ്ട് ഇല്ലേ? അതെ. അപ്പൊ ഹോസ്പിറ്റൽസിൽ ഇങ്ങനെ ലീക്കേജ് ആവുന്നത് എന്തൊക്കെയായിരിക്കാം? ബ്ലഡ് ലീക്കേജ് ആവാം അല്ലേ? ബ്ലഡിന്റെ സ്പിൽ. ബ്ലഡ്. ദെൻ ബോഡി ഫ്ലൂയിഡ്സ് ഉണ്ടാകാം. ഓക്കെ, ബ്ലഡ് ഉണ്ടാവാം, ദെൻ ബോഡി ഫ്ലൂയിഡ്സ് ഉണ്ടാവാം, കെമിക്കൽ ഉണ്ടാകാം, അല്ലെങ്കിൽ അതർ പൊട്ടൻഷ്യലി ഡേഞ്ചറസ് സബ്സ്റ്റാൻസസ് ഉണ്ടാകാം. ഓക്കെ, അപകടകരമായ മറ്റുള്ള പദാർത്ഥങ്ങൾ ഉണ്ടാവാം, ഈവൻ ചിലപ്പോ എക്സ്റേ, ഓക്കെ, റേഡിയോ ആക്റ്റീവ് മെറ്റീരിയൽസ് ഉണ്ടാകാം. ഇതൊക്കെ ഹോസ്പിറ്റലിൽ നിന്നും ഉള്ള ലീക്കേജസ് ആണ്, വേസ്റ്റുകളാണ്. ഓക്കെ, ഓക്കെ മാം. ഓക്കെ മാം. നമ്മൾ ഫോർ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ നമ്മുടെ വീടുകളിൽ നിന്നല്ലേ പ്ലാസ്റ്റിക് ഒരു വേസ്റ്റ് അല്ലേ? അത് ഫുഡ് വേസ്റ്റ് ഉണ്ടാകാറുണ്ട്. അതെ. അതിനൊക്കെ നമ്മൾ പ്രോപ്പർ ആയിട്ടല്ലേ മാനേജ് ചെയ്യുന്നത്, ഹാൻഡിൽ ചെയ്യുന്നത്? അതെ അതെ. അതെ, ഇപ്പൊ ഗ്യാസ് ലീക്കേജ്, കിച്ചണില് ഗ്യാസ് ലീക്കേജ് എന്താ ചെയ്യുന്നത്? നമ്മളിതിനെ പ്രോപ്പർ ആയിട്ട് ഹാൻഡിൽ ചെയ്യണം. ഈവൻ നമ്മൾ ചിലപ്പോൾ നമ്മൾ ഡോറ്, വിൻഡോസും ഡോറൊക്കെ ഓപ്പൺ ചെയ്ത് വായു സഞ്ചാരം ഉറപ്പാക്കണം അല്ലേ? അതെ. അപ്പൊ ഇതേപോലെ ഹോസ്പിറ്റൽസിലും കുറെ വേസ്റ്റുകൾ ഉണ്ട്, ലീക്കേജസ് സംഭവിക്കുന്നുണ്ട്. ഓക്കെ, സ്പില്ലേജ് ഉണ്ട്. അപ്പൊ ഇതിന് നമ്മൾ എങ്ങനെയാണ് പ്രോപ്പർ ആയിട്ട് ഹാൻഡിൽ ചെയ്യേണ്ടത്? യെസ് മാം. ഓക്കെ, Yes, ma'am. Yes, ma'am. hospitals, laboratories, industrial facilities, and homes are just a few places where this kind of garbage can be found. നമ്മൾ ഡിസ്കസ് ചെയ്തു. ഹോസ്പിറ്റൽസിൽ ഉണ്ടാകാം, ലബോറട്ടറീസിൽ ഉണ്ടാകാം, ദെൻ ഇൻഡസ്ട്രിയൽ ഫെസിലിറ്റീസിൽ ഉണ്ടാകാം, ദെൻ ഹോം, ഇവൻ ഹോമിൽ വരെ ഉണ്ട്. ഓക്കെ അല്ലത്? ദെൻ സ്പില്ലേജ് വേസ്റ്റ് ഇൻ ഹോസ്പിറ്റൽ മേ കൺസിസ്റ്റ് ഓഫ്, ഏതൊക്കെയാണ് ഹോസ്പിറ്റലിൽ കാണുന്ന സ്പില്ലേജ് വേസ്റ്റ്? ബ്ലഡ്, ബോഡി ഫ്ലൂയിഡ്സ്, കെമിക്കൽ,
Some other substances. സോറി, Some other ചോദിച്ചോ? substances. Some other substances, madam. സോറി, Some other substances. ക്ലിയർ ആയില്ലായിരുന്നു. ഓക്കെ ഓക്കെ. സ്പില്ലേജ് വേസ്റ്റ് ഇൻ ഹോസ്പിറ്റൽ മേ കൺസിസ്റ്റ് ഓഫ് ഏതൊക്കെയാണ് സ്പില്ലേജ്? ഞാൻ പറയുന്നത് ക്ലിയർ ആകുന്നില്ല എന്നാണോ? ക്ലിയർ ആവുന്നുണ്ട് Clear ആണ്. സൗണ്ട് ബ്രേക്ക് ക്ലിയർ ആവുന്നുണ്ട് മാം. Clear ആവുന്നില്ല. മെസ്സേജ് വന്നായിരുന്നു ക്ലിയർ ആകുന്നില്ല എന്ന്. സൗണ്ട് ബ്രേക്ക് ആവുന്നതാണോ? എനിക്ക് ഓൾ മ്യൂട്ട് ആക്കാൻ പോസിബിൾ അല്ല. ഓക്കെ, അപ്പൊ നിങ്ങൾ എല്ലാവരും ഒന്ന് മ്യൂട്ട് ചെയ്യുക. ഞാൻ ചോദിക്കാം, ഓരോരുത്തരുടെ പേര് വിളിക്കാം. ഐ വിൽ കോൾ യുവർ നെയിംസ്. ഓക്കെ, എല്ലാവരും മ്യൂട്ട് ചെയ്തോളൂ. ഓക്കെ മിസ്, എന്റെ പേര് ശരണ്യ. ഓക്കെ, ഇങ്ങനെ മെസ്സേജസ് വരുന്ന ഡിസ്ട്രാക്ട് ആവുന്നുണ്ട്. അപ്പൊ ക്ലാസ്സിൽ ലിസൺ ചെയ്തിരിക്കും കേട്ടോ. ഓക്കെ, അപ്പൊ ഏതൊക്കെയാണ് ഹോസ്പിറ്റൽസിൽ ഉണ്ടാവുന്ന സ്പില്ലേജ് വേസ്റ്റ്? ബ്ലഡ് ആകാം, ബോഡി ഫ്ലൂയിഡ്സ് ഉണ്ട്, ഓക്കെ, ദെൻ കെമിക്കൽസ് ഉണ്ട്, അതർ പൊട്ടൻഷ്യലി ഡേഞ്ചറസ് ആയുള്ള സബ്സ്റ്റാൻസസ് ഉണ്ട്. ഏതൊക്കെയാണ്? നമ്മൾ നേരത്തെ പറഞ്ഞു, റേഡിയോ ആക്റ്റീവ് മെറ്റീരിയൽസ്. ഓക്കെ, അത്രയും ക്ലിയർ ആയെന്ന് വിശ്വസിക്കുന്നു. ജസ്റ്റ് പുട്ടം ക്ലിയർ ആണെങ്കിൽ പുട്ടം. ഓക്കെ, ഓക്കെ. Then, genuine management of leakage waste is important to protect the health and protection of people and the environment. Okay. നമ്മൾ ഇങ്ങനെ ലീക്കേജ് ആവുന്ന ഈ വേസ്റ്റുകൾ അതിന് നമ്മൾ പ്രോപ്പർ ആയിട്ട് മാനേജ് ചെയ്യണം, അല്ലെ? ഡിസ്കാർഡ് ചെയ്യണം, അല്ലെങ്കിൽ അത് എൻവയോൺമെന്റിന്, ഈവൻ നമ്മുടെ ഹ്യൂമൻ ഹെൽത്തിന് തന്നെ അത് ഹാംഫുൾ ആയിട്ട് അഫക്ട് ചെയ്യും. Then, okay. In hospitals, leakage waste can cause protection of people and the environment. In hospitals, leakage waste can cause a risk of infection to healthcare workers and patients, as well as the prospect for the spread of disease. ഇത് ഹോസ്പിറ്റൽസിൽ ഇങ്ങനെ ലീക്കേജ് സംഭവിക്കുന്നത് ആരെയാണ് കൂടുതലായിട്ട് അഫക്ട് ചെയ്യുന്നത്? പേഷ്യൻസിന്. പേഷ്യൻസിനെ ആകാം, Patients-നെ. Health workers. പ്ലീസ്. ഹെൽത്ത് കെയർ വർക്കേഴ്സിന്. ഓക്കെ 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 ടിസി. ഹെൽത്ത് കെയർ സ്റ്റാഫിനെ ആകാം, അല്ലെങ്കിൽ പേഷ്യൻസിനെ അഫക്ട് ചെയ്യാം. ഓക്കെ, ഓക്കെ ആണെന്ന് വിശ്വസിക്കുന്നു. Then, as well as the prospect for the spread of diseases, അല്ലെ? അസുഖങ്ങൾ പടരാനായിട്ട് ചാൻസസ് ഉണ്ട്. ആർക്കൊക്കെ? ഹെൽത്ത് കെയർ സ്റ്റാഫിനും പേഷ്യൻസിനും ഡിസീസ് സ്പ്രെഡ് ആകാനായിട്ടുള്ള ചാൻസസ് ഉണ്ട് അവിടെ. Then, besides, dangerous leakage waste can threaten the environment if not managed in a proper manner. നന്നായിട്ട് നമ്മൾ അതിനെ മാനേജ് ചെയ്തില്ലെങ്കിൽ നമ്മുടെ എൻവയോൺമെന്റിനെയും അത് ത്രെട്ടൺ ചെയ്യാം, അല്ലേ? ഇപ്പൊ നമ്മൾ ഈ വേസ്റ്റ് എൻവയോൺമെന്റിൽ എത്തിയാൽ അത് എർത്തിൽ അബ്സോർബ് ആയാലും അത് അവിടെ എക്സിസ്റ്റ് ചെയ്യും, അല്ലേ? ഇൻ ഫ്യൂച്ചറിലും അത് ഹാംഫുൾ ആയിട്ട് അഫക്ട് ചെയ്യും, അല്ലേ? അതെ 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 അതെ. അതെ, പ്ലാസ്റ്റിക് ഇപ്പൊ നമ്മുടെ ഭൂമിയിലെത്തി എന്താ സംഭവിക്കുന്നത്? അത് അപ്പൊ തന്നെ അവിടെ കിടക്കും, അല്ലേ? അത് ഇൻ ഫ്യൂച്ചറിൽ അത് അവിടെ തന്നെ ഉണ്ടാവും, എക്സിസ്റ്റ് ആവും, അല്ലേ? മാഡം ഡിസ്പോസ് ചെയ്താലോ? അതേപോലെ നമ്മുടെ ഇത്തരത്തിലുള്ള ഹോസ്പിറ്റൽ സ്പില്ലേജും നമ്മുടെ എൻവയോൺമെന്റിനെ വളരെയധികം അഫക്ട് ചെയ്യുന്നുണ്ട്. അപ്പൊ ഇതിനെ പ്രോപ്പർ ആയിട്ട് നമ്മൾ ഹാൻഡിൽ ചെയ്യണം. To successfully manage leakage waste in hospital, it is necessary to have a leakage response plan in place, provide an appropriate equipment for leakage response, train staff on leakage response procedures,
use app containment materials and properly discard the waste in accordance with local regulations and hospital policies. എന്താ പറയുന്നത്? നമ്മൾ പ്രോപ്പർ ആയിട്ട് ഹോസ്പിറ്റൽ നമ്മൾ പറഞ്ഞു പ്രോപ്പർ ആയിട്ട് ഇത് ഹാൻഡിൽ ചെയ്യണമെന്ന്. അപ്പൊ ഈ ഹോസ്പിറ്റൽസിന് ഇത് മാനേജ് ചെയ്യാനായിട്ട് ഒരു പ്രോപ്പർ പ്ലാൻ ഉണ്ടായിരിക്കണം. ഓക്കെ Okay, ma'am. Yes. പ്രോപ്പർ ആയിട്ട് ഡിസ്കാർഡ് ചെയ്യാനായിട്ട്. അപ്പൊ അവർക്ക് അതിന് വേണ്ടി ഒരു പ്രോപ്പർ പ്ലാൻ ഉണ്ടായിരിക്കണം. അപ്പോ പിന്നെ എന്തൊക്കെയാണ് പറയുന്നത്? അപ്രോപ്രിയേറ്റ് ആയിട്ടുള്ള എക്യുപ്മെന്റ് വേണം അല്ലേ? അപ്രോപ്രിയേറ്റ് ആയിട്ടുള്ള എക്യുപ്മെന്റ്, ആ ലീക്കേജിനെ സോൾവ് ചെയ്യാനായിട്ടുള്ള എക്യുപ്മെന്റ് അവിടെ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ടാകണം. ഓക്കെ, ആ എക്യുപ്മെന്റ്സ് ഏതൊക്കെയാണെന്ന് നമ്മൾ കമ്മിങ് ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യും. ദെൻ ട്രെയിൻഡ് ആയിട്ടുള്ള സ്റ്റാഫ് വേണം. ആ എക്യുപ്മെന്റ്സ് യൂസ് ചെയ്യാനായിട്ട് ട്രെയിൻഡ് ആയിട്ടുള്ള സ്റ്റാഫ് ഉണ്ടായിരിക്കണം. ഓക്കെ, ഈ ലീക്കേജസ് ഹാൻഡിൽ ചെയ്യാനായിട്ട് ട്രെയിൻഡ് ആയിട്ടുള്ള സ്റ്റാഫ് അവിടെ ഉണ്ടായിരിക്കണം. ഓക്കെ, ദെൻ ഇതിനെ എങ്ങനെയാണ് ഡിസ്കാർഡ് ചെയ്യേണ്ടത്? ലീക്കേജിനെ, ഈ സ്പില്ലേജിനെ എങ്ങനെ ഡിസ്കാർഡ് ചെയ്യണം? ലോക്കൽ റെഗുലേഷൻസിന്റെ ഒക്കെ ബേസിൽ ഹോസ്പിറ്റൽ പോളിസി ഉണ്ട് അതിന്. അതിന്റെ ബേസിലായിരിക്കണം ഡിസ്കാർഡ് ചെയ്യേണ്ടത്. നമുക്ക് തോന്നുന്ന പോലെ ഡിസ്കാർഡ് ചെയ്യാൻ പറ്റുമോ? ഇല്ല, അതിനൊരു പ്രൊസീജിയേഴ്സ് ആൻഡ് പ്ലാൻ ഉണ്ടായിരിക്കണം. ഓക്കെ ആണോ ഇത്രയും? Okay, ma'am. Yes, ma'am. Okay, ma'am. Okay, ma'am. Yes, ma'am. Okay, Anna. ഓക്കെ ആണ് മാം. Okay, Anna. കമ്പ് ചെയ്യൂ കേട്ടോ. പ്ലീസ് മ്യൂട്ട് മൈക്ക്. ഓക്കെ, നമ്മൾ നെക്സ്റ്റ് ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ടോപ്പിക് എന്താണ്? ഇത്തരം സന്ദർഭങ്ങളിൽ ഓക്കെ സ്പില്ലേജ് വേസ്റ്റ് മാനേജ് ചെയ്യുന്ന സന്ദർഭങ്ങളിൽ ധാരാളം അപകടങ്ങൾ ഉണ്ടാവാൻ ചാൻസസ് ഉണ്ട് അല്ലേ? അതുമായിട്ട് അപകടങ്ങൾ അസോസിയേറ്റ് ചെയ്തിരിക്കുന്നുണ്ട് ഈ സ്പില്ലേജ് വേസ്റ്റ് ആയിട്ട്. എത്തരത്തിലുള്ള അപകടങ്ങളാണ്? ഫസ്റ്റ് ആണ് ഇൻഫെക്ഷൻ. ഓക്കെ, ഇൻഫെക്ഷൻ നമ്മൾ ഫസ്റ്റ് ഡിസ്കസ് ചെയ്യാൻ പോകുന്ന പോയിന്റ് ആണ് ഇൻഫെക്ഷൻ. അതൊരു റിസ്ക് ആണ്. എന്താണ്? ലീക്കേജ് ഓഫ് ബ്ലഡ് ആൻഡ് ബോഡി ഫ്ലൂയിഡ് ക്യാൻ സ്പ്രെഡ് ട്രാൻസ്മിറ്റബിൾ. പ്ലീസ് മ്യൂട്ട്, എല്ലാവരും മ്യൂട്ട് കേട്ടോ. ജോയിൻ ചെയ്യുന്നവർ മ്യൂട്ട് ചെയ്യുക. ഓക്കെ, ഓക്കെ. Leakage of blood and body fluids can spread. Justin, please mute. Okay. Leakage of blood and body fluids can spread transmittable disease such as HIV, hepatitis B and C, and other bloodborne pathogens. Healthcare staff and patients who engage with polluted items are at risk of getting sick. അപ്പോൾ ഇൻഫെക്ഷൻ, ഹോസ്പിറ്റലിൽ ഉണ്ടാവുന്ന ഇങ്ങനെയുള്ള സ്പില്ലേജിൽ നിന്നും ഇൻഫെക്ഷൻ വരാൻ ചാൻസസ് ഉണ്ട്. ആർക്കൊക്കെയാണ് ഇൻഫെക്ഷൻ വരാൻ ചാൻസസ് ഉള്ളത്? എഗെയിൻ ആർക്കായിരിക്കാം? ഹെൽത്ത് കെയർ സ്റ്റാഫിനായിരിക്കാം, ദെൻ പേഷ്യന്റിനായിരിക്കാം. റോഷ്നി, ഓക്കെ. അപ്പൊ ആർക്കായിരിക്കാം? ഹെൽത്ത് കെയർ സ്റ്റാഫിനായിരിക്കാം. എനി ഡൗട്ട് റോഷ്നി? ഡൗട്ട് ഉണ്ടോ? ആദ്യം പറഞ്ഞതൊക്കെ മാനേജ്മെന്റ് ഓഫ് സ്പില്ലേജ് വേസ്റ്റ് അതങ്ങോട്ട് മനസ്സിലായില്ല. ഒരു 5 മിനിറ്റേ ആയുള്ളൂ മാഡം, അതുകൊണ്ട് എനിക്കൊന്നും മനസ്സിലായില്ല. നമ്മളിത് കഴിഞ്ഞിട്ട് നമ്മൾ ഒന്നുകൂടി റിവൈസ് ചെയ്യും. ഓക്കെ, അപ്പൊ ശ്രദ്ധിച്ചിരുന്നോളൂ കേട്ടോ. ഓക്കെ, ഓക്കെ. നമ്മളിപ്പോ ഡിസ്കസ് ചെയ്യുന്നത് എന്താണ്? റിസ്ക് ആൻഡ് ഹാസർഡ് അസോസിയേറ്റ് വിത്ത് സ്പില്ലേജ് വേസ്റ്റുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള റിസ്കുകളെ കുറിച്ചാണ്. ഓക്കെ റോഷ്നി, ഫസ്റ്റ് ആണ് ഇൻഫെക്ഷൻ. നമ്മൾ പറഞ്ഞു ഇൻഫെക്ഷൻ വരാൻ ചാൻസസ് ആർക്കാണ്? ഇതുമായിട്ട് കോണ്ടാക്ട് വരുന്നവര്. ആരൊക്കെയാണ് ഇതുമായിട്ട് കോണ്ടാക്ട് വരുന്നത്? സ്പില്ലേജുമായിട്ട് കോണ്ടാക്ട് വരുന്നത് ഹെൽത്ത് കെയർ സ്റ്റാഫിനും പേഷ്യൻസിനുമാണ്. ഓക്കെ, എന്തൊക്കെ രോഗങ്ങളാണ് വരാൻ ചാൻസസ് ഉള്ളത്? HIV വരാം, ഹെപ്പറ്റൈറ്റിസ് ബി ആൻഡ് സി, രക്തത്തിലൂടെ പകരുന്ന രോഗം. ഓക്കെ, ഇതൊക്കെ ഇൻഫെക്ഷൻ ആയിട്ട് സംഭവിക്കാം. നമ്മൾ പറഞ്ഞു ഹെൽത്ത് കെയർ സ്റ്റാഫിനും പേഷ്യൻസിനുമാണ് കൂടുതൽ ചാൻസസ് ഉള്ളത്. ഓക്കെ, അത് ക്ലിയർ ആയോ?
ഇൻഫെക്ഷൻ ക്ലിയർ ക്ലിയർ ആണ് ആണോ? മാം. Yes, ma'am. ക്ലിയർ ആണ് ക്ലിയർ Yes, ആണ്. ma'am. Clear ആണ് ma'am. Clear ആണ്. Then next we are going, okay, chemical exposure. Next എന്താണ്? Chemical exposure. Okay. Leakage of chemicals can expose healthcare staff and patient to toxic substances, which can lead to skin irritation, respiratory problems or other health issues. ഇപ്പൊ ഹോസ്പിറ്റൽസിലെ കെമിക്കൽസ് ഉണ്ട് അല്ലെ, നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ലാബില് ടെസ്റ്റുകൾ ചെയ്യാറുണ്ട്. അപ്പൊ ഈ ടെസ്റ്റ് ചെയ്യുന്ന സമയത്ത് നമ്മൾ റിയേജൻസ് യൂസ് ചെയ്യാറുണ്ട്, കെമിക്കൽസ് യൂസ് ചെയ്യാറുണ്ട് അല്ലെ. അപ്പൊ ഈ കെമിക്കൽസിന്റെ ഒക്കെ ലീക്കേജസ് ഇതും ആരെയാണ് അഫക്ട് ചെയ്യുന്നത്? മെയിൻലി ഹെൽത്ത് കെയർ സ്റ്റാഫിനെയും പേഷ്യൻസിനുമാണ്. ഇതിന് കൂടുതൽ കോണ്ടാക്ട് വരുന്നത് ആരുമായിട്ടാണോ അവർക്കാണിത് കെമിക്കൽ എക്സ്പോഷർ ഉണ്ടാവാൻ ചാൻസസ് ഉള്ളത്. അപ്പോ ഇതിന് ഏതൊക്കെയാണ് ഇതിന്റെ സ്കിൻ ഇറിറ്റേഷൻ ഉണ്ടാകാൻ ചാൻസസ് ഉണ്ട്. ഓക്കെ, അഗെയിൻ ബ്ലഡ് ബോൺ പാത്തജൻസ്, രക്തത്തിലൂടെ പകരുന്ന രോഗങ്ങൾ ഉണ്ടാകാൻ ചാൻസസ് അഗെയിൻ ഹെൽത്ത് കെയർ സ്റ്റാഫിനും പേഷ്യൻസിനുമാണ് കൂടുതൽ പോസിബിൾ ചാൻസസ് ഉള്ളത്. ഓക്കെ, ഓക്കെ ആണോ കെമിക്കൽ എക്സ്പോഷർ? മാഡം ഒന്നുകൂടെ പറയൂ. കെമിക്കൽ എക്സ്പോഷർ കെമിക്കൽ എക്സ്പോഷർ ഒന്നുകൂടെ പറയൂ. ഒന്നുകൂടി പറയാനോ? കെമിക്കൽ എക്സ്പോഷർ. ഓക്കെ ഓക്കെ ഓക്കെ. അപ്പൊ എന്താ പറയുന്നത്, ഹോസ്പിറ്റൽസിൽ ധാരാളം കെമിക്കൽസ് ഉണ്ട്. അതിൽ ഫാർമസിയിൽ നമുക്കറിയാം എക്സ്പയർഡ് ആയിട്ടുള്ള മെഡിസിൻസ് ഉണ്ടാകാം അല്ലെ. അപ്പൊ ഇത്തരത്തിലുള്ള കെമിക്കൽസ് അല്ലെങ്കിൽ ലാബ് ടെസ്റ്റിന് യൂസ് ചെയ്യുന്ന കെമിക്കൽസ് ആകാം. ഇത്തരത്തിലുള്ള കെമിക്കൽസിന്റെ ലീക്കേജസ് മൂലം പേഷ്യന്റിനോ അല്ലെങ്കിൽ ഹെൽത്ത് കെയർ സ്റ്റാഫിനോ ഇറിറ്റേഷൻസ് അല്ലെങ്കിൽ എന്താണ് ബ്ലഡ് ബോൺ പാത്തജൻസിനോ രക്തത്തിലൂടെ പകരുന്ന രോഗങ്ങളൊക്കെ പിടിപെടാൻ ചാൻസസ് ഉണ്ട്. ഓക്കെ, ഓക്കെ മാഡം. ക്ലിയർ ആയി വിശ്വസിക്കുന്നു. നെക്സ്റ്റ് ആണ് ഇഞ്ചുറി. ഇഞ്ചുറി എന്താ പറയുന്നത്? ലീക്കേജ് ഓഫ് ഷാഫ്റ്റ് ക്യാൻ എൻഡേഞ്ചർ ബോത്ത് ഹെൽത്ത് കെയർ സ്റ്റാഫ് ആൻഡ് പേഷ്യന്റ്, ഇൻക്രീസിംഗ് ദ റിസ്ക് ഓഫ് പങ്ക്ചർ വുണ്ട്സ് ആൻഡ് പോസിബിലിറ്റി ഓഫ് ബ്ലഡ് ബോൺ പാത്തജൻസ്. നമുക്കറിയാം ഹോസ്പിറ്റൽസിൽ എന്തുണ്ട്? ഷാർപ്സ് ഒബ്ജക്ട്സ് ഉണ്ട്. ഏതൊക്കെയാണ്? നീഡിൽസ് ഉണ്ടാവാം, സിസേഴ്സ് ഉണ്ടാവാം, ദെൻ നൈഫ്സ് ഉണ്ടാകാം. സർജറി ചെയ്യുന്ന സമയത്ത് യൂസ് ചെയ്യുന്ന ഷാർപ്സ് ഒബ്ജക്ട്സ് ഉണ്ട് അല്ലെ. ഇത് കൂടുതൽ ആരായിട്ടാണ് കോണ്ടാക്ട് വരുന്നത്? അഗെയിൻ പേഷ്യന്റിനും ഹെൽത്ത് കെയർ സ്റ്റാഫിനുമാണ്. ഓക്കെ, മുറിവുകളിലൂടെ അവർക്ക് ബ്ലഡ് ബോൺ പാത്തജൻസ് അഗെയിൻ ബ്ലഡിലൂടെ പകരുന്ന രക്തത്തിലൂടെ പകരുന്ന രോഗങ്ങൾ പിടിപെടാൻ ചാൻസസ് ഉണ്ട് ഇഞ്ചുറീസിലൂടെ. ക്ലിയർ ആണോ? ക്ലിയർ ആണ്. Clear ആണ്. ഓക്കെ, നെക്സ്റ്റ് എന്താ പറയുന്നത്? റേഡിയേഷൻ എക്സ്പോഷർ. എന്താണ് റേഡിയേഷൻ എക്സ്പോഷർ? ലീക്കേജ് ഓഫ് റേഡിയോ ആക്റ്റീവ് മെറ്റീരിയൽസ്. എനി ഡൗട്ട്? ക്ലിയർ ആയിട്ടില്ല. ക്ലിയർ ആയില്ലാന്നോ? യെസ്. ഏതാണ്? റേഡിയേഷൻ എക്സ്പോഷർ. അത് നമ്മൾ പറയാൻ പോകുന്നുള്ളൂ, ഡിസ്കസ് ചെയ്യാൻ പോകുന്നുള്ളൂ. ഓക്കെ, റേഡിയേഷൻ എക്സ്പോഷർ. ലീക്കേജ് ഓഫ് റേഡിയോ ആക്റ്റീവ് മെറ്റീരിയൽസ് ക്യാൻ എക്സ്പോസ് ഹെൽത്ത് കെയർ വർക്കേഴ്സ്. എല്ലാവരും മ്യൂട്ട് ചെയ്യട്ടോ, പ്ലീസ് മ്യൂട്ട്. എല്ലാവരും മ്യൂട്ട് ചെയ്യൂ, ഡിസ്റ്റർബൻസ് ആവുന്നുണ്ട്, അതുകൊണ്ടാണ്. എല്ലാവരും മ്യൂട്ട് ചെയ്യൂ. ഇപ്പൊ ക്ലിയർ ആയോ? ഓക്കെ, leakage of radioactive materials can expose healthcare workers and patients to ionizing radiation, which can cause radiation illness, cancer or other health issues. നമ്മൾ പറഞ്ഞിരുന്നു നേരത്തെ റേഡിയോ എക്സ്പോഷർ അല്ലെ, എക്സ്റേ. റേഡിയോ എക്സ്പോഷർ എക്സാമ്പിൾ ആണ് എക്സ്റേ. ഈ റേഡിയോ ആക്റ്റീവ് മെറ്റീരിയൽസിന്റെ ലീക്കേജിലൂടെ അഗെയിൻ ഹെൽത്ത് കെയർ സ്റ്റാഫിനും പേഷ്യൻസിനും ഒക്കെ ഡിസീസസ് വരാൻ ചാൻസസ് ഉണ്ട്. അയണൈസിങ് റേഡിയേഷൻ. എന്താണ് അയണൈസിങ് റേഡിയേഷൻ എന്ന് പറഞ്ഞാൽ? ഈ എക്സ്റേ ആക്റ്റീവ് മെറ്റീരിയൽസ് നമ്മുടെ ശരീരത്തിലെ ഇലക്ട്രോണുകൾ റിമൂവ് ചെയ്യുന്ന അവസ്ഥയാണ് അയണൈസിങ് റേഡിയേഷൻ. ഓക്കെ, അപ്പൊ ഇതുമൂലം ഏതൊക്കെ തരത്തിലുള്ള അസുഖങ്ങളാണ് വരുന്നത്? ക്യാൻസർ ഉണ്ടാകാൻ ചാൻസസ് ഉണ്ട് റേഡിയോ ആക്റ്റീവ് മെറ്റീരിയൽസിലൂടെ. ഓക്കെ, ക്യാൻസർ വരാം, ദെൻ ബ്രെയിൻ ട്യൂമർ വരാൻ ചാൻസസ് ഉണ്ട്, ദെൻ ഹൈ ഡോസ് ആണെങ്കിൽ എന്ത് പറ്റും? ഈവൻ ഡെത്തിന് വരെ കാരണമാകാം. അപ്പൊ റേഡിയേഷൻ എക്സ്പോഷർ ഈവൻ ഹൈ ഡോസസ് ആണെങ്കിൽ ഡെത്തിന് വരെ കാരണമാകുന്നു. ഓക്കെ, ക്ലിയർ ആണോ? റേഡിയേഷൻ എക്സ്പോഷർ ക്ലിയർ ആണോ? Clear ആണ്.
Clear ആണ്. അയനൈസ്ഡ് റേഡിയേഷൻ എന്താണെന്നൂടെ പറയാം. Clear ആണ് madam. നമ്മുടെ ശരീരത്തിലെ ഇലക്ട്രോൺസുകൾ ഈ റേഡിയോ ആക്റ്റീവ് മെറ്റീരിയൽസിന് റിമൂവ് ചെയ്യാനുള്ള കഴിവുണ്ട്. മിസ്, റേഡിയോ ആക്റ്റീവ് മെറ്റീരിയൽസ് ഉദ്ദേശിക്കണത് എക്സ്റേ അതാണോ? എക്സ്റേ നമ്മൾ പറഞ്ഞ എക്സാമ്പിൾസ് ആണ് എക്സ്റേ. നമ്മളിപ്പോ ഹോസ്പിറ്റലിൽ എക്സ്റേ എടുക്കുമ്പോൾ എല്ലാവർക്കും എക്സ്റേ റൂമിലോട്ട് കയറാൻ പറ്റുമോ? ഇല്ല ഇല്ല. ഇല്ല. അതിനൊരു പ്രൊസീജിയേഴ്സ് ഉണ്ട്. നമ്മൾ അവർ തരുന്ന ആ ഡ്രസ്സസ് ധരിക്കണം അല്ലേ? അതെ അതെ. നമ്മുടെ ജ്വല്ലറി ഒക്കെ റിമൂവ് ചെയ്യണം ആ ആ. അല്ലെ? അപ്പോ ഹൈ ഡോസസിലുള്ള ഈ റേഡിയോ ആക്റ്റീവ് മെറ്റീരിയൽസിന് നമ്മുടെ ഡെത്തിന് വരെ കാരണമാകുന്നുണ്ട്. ഓക്കെ ഓക്കെ. ക്യാൻസർ അല്ലെങ്കിൽ ബ്രെയിൻ ട്യൂമർ, ഈവൻ ഡെത്ത്. ഹൈ ഡോസ് ആണെങ്കിൽ അത് ഡെത്തിന് വരെ കാരണമാകുന്നുണ്ട്. ഓക്കെ ആണോ? ക്ലിയർ ആയോ? ക്ലിയർ ആയി ക്ലിയർ ആയി. മാം ക്ലിയർ ആണ്. നെക്സ്റ്റ് എന്താണ്? എൻവയോൺമെന്റൽ പൊല്യൂഷൻ. എങ്ങനെയാണ് പൊല്യൂട്ട് ആകുന്നത്? Leakage of dangerous materials can contaminate the environment, including soil, water, and air. This pollution can cause long-term result on human health and the environment. അപ്പൊ നമ്മൾ നേരത്തെ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു, ഇത്തരത്തിലുള്ള ലീക്കേജസ്, സ്പില്ലേജ് എൻവയോൺമെന്റിൽ എത്തുന്നതിലൂടെ എൻവയോൺമെന്റിന് മാത്രമാണോ, നമ്മുടെ ഹ്യൂമൻ ഹെൽത്തിനെയും അത് ഹാംഫുൾ ആയിട്ട് അഫക്ട് ചെയ്യും. ഇതിപ്പോ എർത്തിൽ അബ്സോർബ് ആയാലും അത് എക്സിസ്റ്റ് ചെയ്യും അവിടെ അല്ലെ? ഇൻ ഫ്യൂച്ചറിലും അത് ഹെൽത്തിനെ അഫക്ട് ചെയ്യാൻ കാരണമാകുന്നുണ്ട്. റൈറ്റ്? സോയിൽ, വാട്ടർ ആൻഡ് എയറിനേക്ക് പൊല്യൂട്ടഡ് ആക്കുന്നുണ്ട്. ക്ലിയർ ആണോ? Clear ആണ്. ക്ലിയർ ആണ് മാം, ക്ലിയർ ആണ്. Then next one, Rijo, next page please scroll. Rijo, legal and financial responsibility. Rijo, എനിക്ക് PDF കിട്ടിയിട്ടുണ്ടോ? ഓക്കെ ഓക്കെ. കിട്ടിയിട്ടുണ്ട്. Yes, ma'am. കേട്ടോ. എന്നിട്ട് ക്ലാസ്സിന് ശേഷം നിങ്ങളിത് റീഡ് ചെയ്ത് നോക്കൂ. നെക്സ്റ്റ് ആണ് ലീഗൽ ആൻഡ് ഫിനാൻഷ്യൽ റെസ്പോൺസിബിലിറ്റീസ്. ഹോസ്പിറ്റൽസിന് കുറച്ച് ഉത്തരവാദിത്തങ്ങളുണ്ട്. എന്താണ്? നമ്മൾ ഈ പ്രോപ്പർ ആയിട്ട് ഈ വേസ്റ്റിനെ പ്രോപ്പർ ആയിട്ട് ഡിസ്കാർഡ് ചെയ്യണം. ഓക്കെ, അത് ഇമ്പോർട്ടന്റ് ആണ്. അല്ലെങ്കിൽ എന്ത് സംഭവിക്കാം? ലീഗലായിട്ടും ഫിനാൻഷ്യലായിട്ടും ഹോസ്പിറ്റൽ ലയബിലിറ്റിക്ക് ബാധ്യതയാണ് അല്ലെ? ഹോസ്പിറ്റലിന് അത് ഉത്തരവാദിത്തമുണ്ട്. അത് ലീഗലായിട്ടും ഫിനാൻഷ്യലി അവർക്ക് ലയബിൾ ആയിട്ട് മാറും, ബാധ്യതയായിട്ട് മാറും അവസാനം. ഓക്കെ, ഇനപ്രോപ്രിയേറ്റ് ആയിട്ട് ഇത് ഹാൻഡിൽ ചെയ്താല് ലീഗലായിട്ടും ഫിനാൻഷ്യലായിട്ടും അവർക്ക് ലയബിലിറ്റീസ് ഉണ്ടാകും ഹോസ്പിറ്റൽസിന്. അല്ലെങ്കിൽ എന്താണ്? ഹെൽത്ത് കെയർ ഓർഗനൈസേഷൻ. It was legal and financial responsibility. Clear ആണോ? ക്ലിയർ ആണ് മാം. പുതുതായിട്ട് ജോയിൻ ചെയ്ത സ്റ്റുഡൻസ് ജസ്റ്റ് ലിസൺ ചെയ്തിരിക്കട്ടെ. നമുക്ക് ലാസ്റ്റ് ഒന്നുകൂടി റിവൈസ് ചെയ്യാം. ഓക്കെ, നമ്മൾ എന്തായിരുന്നു പറഞ്ഞത്? റിസ്ക്. ഇതുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള റിസ്ക് എന്തൊക്കെയാണ്? അപകടങ്ങൾ എന്തൊക്കെയാണ്? ഇൻഫെക്ഷൻ ഉണ്ടാവാൻ ചാൻസ് ഉണ്ട്, കെമിക്കൽ എക്സ്പോഷർ ഉണ്ടാകാം, ഇഞ്ചുറി, റേഡിയേഷൻ എക്സ്പോഷർ, environmental pollution. Then legal and financial responsibilities. Next page കാണിക്കുന്നല്ലോ. റിജോ, സ്ക്രീൻ ഒന്ന് സ്ക്രോൾ ചെയ്യാവോ റിജോ? ഓക്കെ ഓക്കെ. ഓക്കെ. ലീഗൽ ആൻഡ് ഫിനാൻഷ്യൽ റെസ്പോൺസിബിലിറ്റി. ഓക്കെ മാം. ഇത്രയും ആണ് നമ്മൾ ഡിസ്കസ് ചെയ്തത്. Please mute. Please mute. Join ചെയ്തവര് please mute. Okay. ജോയിൻ ചെയ്ത് എല്ലാവരും മ്യൂട്ട് ആക്കിക്കോളൂ കേട്ടോ.
ഓക്കെ, അപ്പൊ നെക്സ്റ്റ് ടോപ്പിക് ആണ് സോഴ്സസ് ഓഫ് ലീക്കേജ് വേസ്റ്റ് ഇൻ ഹോസ്പിറ്റൽ. ഹോസ്പിറ്റലില് ലീക്കേജ് വേസ്റ്റ് ഉണ്ടാവുന്ന സോഴ്സസ് ഏതൊക്കെയാണെന്ന്. ഓക്കെ, ജോയിൻ ചെയ്യുന്നവർ മ്യൂട്ട് ചെയ്യട്ടോ. ഓക്കെ, leakage waste can come from several sources in hospital. Here are some of examples of possible sources of leakage waste in hospitals. ഹോസ്പിറ്റൽസിലെ ഡിഫറെന്റ് കൈൻഡ്സ് ഓഫ് വേസ്റ്റ് ഉണ്ട് അല്ലെ, സ്പില്ലേജസ് ഉണ്ട്. അതിന്റെ സോഴ്സസ് ഒക്കെ എവിടെ നിന്നാണെന്ന് നമുക്ക് നോക്കാം. ഫസ്റ്റ് എന്താണ് മെഡിക്കൽ പ്രൊസീജിയേഴ്സ്. ഡ്യൂറിങ് സർജറീസ്, ബ്ലഡ് ട്രാൻസ്ഫ്യൂഷൻസ് ആൻഡ് ഡയാലിസിസ്, there is a risk of leakage of blood and body fluids. സർജറിയുടെ സമയത്ത്, ഓക്കെ, ഡ്യൂറിങ് സർജറി ചെയ്യുന്ന സമയത്ത് അല്ലെങ്കിൽ ഡയാലിസിസ് ചെയ്യുന്ന സമയത്തൊക്കെ ബ്ലഡ് അല്ലെങ്കിൽ ബോഡി ഫ്ലൂയിഡ്സിന്റെ ഒക്കെ ലീക്കേജസ് ഉണ്ടാവാം. ഓക്കെ, ബോഡി ഫ്ലൂയിഡ്സ് ഏതൊക്കെയാണ് അതൊക്കെ നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാം. അത് വരുന്നുണ്ട് ആ ടോപ്പിക്കൊക്കെ. ഓക്കെ, ജസ്റ്റ് ലിസൺ ചെയ്യാം. ബോഡി ഫ്ലൂയിഡ്സും ബ്ലഡ്സും ഈ സർജറി ടൈംസിലായാലും ഡയാലിസിസ് ടൈമിലായാലും നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ലാബിൽ ടെസ്റ്റ് ചെയ്യുന്ന സമയത്തായാലും ബ്ലഡ് ഒക്കെ നമുക്ക് ബ്ലഡ് അല്ലെങ്കിൽ ബോഡി ഫ്ലൂയിഡ്സ് ഒക്കെ ലീക്കേജസ് ആവാൻ ചാൻസസ് ഉണ്ട്. അതാണ് മെഡിക്കൽ പ്രൊസീജിയർ ഒരു സോഴ്സ് ആണ് ലീക്കേജിന്റെ. ഓക്കെ, ഓക്കെ ആണോ? ഓക്കെ, നെക്സ്റ്റ് എന്താണ് ലബോറട്ടറി ടെസ്റ്റ്. Any doubt? No, ma'am. നയന Doubt? ക്ലിയർ അല്ലേ? Yes, clear ആണ്. ഓക്കെ, നെക്സ്റ്റ് എന്താണ് ലബോറട്ടറി ടെസ്റ്റിംഗ്. Hospitals carry out different laboratory tests on blood, urine and other body fluids. That these tests can consist of the use of chemicals, reagents and other dangerous materials. എന്താ പറയുന്നത്, ടെസ്റ്റ് ചെയ്യുന്ന സമയത്ത് അല്ലേ ഡിഫറെന്റ് കൈൻഡ്സ് ഓഫ് അല്ലെങ്കിൽ പലതരത്തിലുള്ള ടെസ്റ്റുകൾ നടക്കുന്നുണ്ട്. ഒരു ദിവസം തന്നെ ഹോസ്പിറ്റൽസിൽ ഡിഫറെന്റ് കൈൻഡ്സ് ഓഫ് ടെസ്റ്റുകൾ നടക്കുന്നുണ്ട്. ഈവൻ ബ്ലഡിന്റെ ആകാം, ദെൻ ബോഡി ഫ്ലൂയിഡ്സിന്റെ ആകാം അല്ലേ. അപ്പോൾ ഈ ടെസ്റ്റ് ചെയ്യുന്ന സമയത്ത് ഈ ബോഡി ഫ്ലൂയിഡ്സ് ആയിക്കോട്ടെ, ബ്ലഡ് ആയിക്കോട്ടെ, അല്ലെങ്കിൽ കെമിക്കൽസ്, ഇതിന് യൂസ് ചെയ്യുന്ന കെമിക്കൽ അല്ലെങ്കിൽ കെമിക്കൽ അനാലിസിസിന് യൂസ് ചെയ്യുന്ന റീഏജൻസ്, ഇതെല്ലാം ലീക്കേജ് ആവാൻ ചാൻസസ് ഉണ്ട്. ഓക്കെ, ലീക്ക് ആവാൻ ചാൻസസ് ഉണ്ട്, സ്പ്രെഡ് ആവാൻ ചാൻസസ് ഉണ്ട്. അപ്പൊ ഇത് നെക്സ്റ്റ് ഒരു സോഴ്സസ് ആണ്. ലീക്കേജിന്റെ നെക്സ്റ്റ് ഒരു സോഴ്സ് ഏതാണ്? ലബോറട്ടറി ടെസ്റ്റിംഗ്. അത് പ്രോപ്പർ ആയിട്ട് മാനേജ് ചെയ്തില്ലെങ്കിൽ, ഹാൻഡിൽ ചെയ്തില്ലെങ്കിൽ അവിടെയും ലീക്കേജിന് ചാൻസസ് ഉണ്ട്. അതഗെയിൻ ഹെൽത്ത് കെയർ സ്റ്റാഫിനെയും പേഷ്യന്റിനെയും കൂടുതലായിട്ട് അഫക്ട് ചെയ്യും. നമ്മൾ നേരത്തെ ഡിസ്കസ് ചെയ്ത പോലെ തന്നെ ഇഞ്ചുറീസ് ഉണ്ടാകാം. പിന്നെന്തായിരുന്നു നമ്മൾ പറഞ്ഞത്? ഇഞ്ചുറീസ്, ദെൻ റിസ്ക് എന്തൊക്കെയായിരുന്നു? Infections, chemical exposure, radiation exposure. അതിന്റെ സേഫ്റ്റി വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഓക്കെ, ഇത്രയും ക്ലിയർ ആയോ? ഓക്കെ മാം. Okay, okay. ഓക്കെ, തേർഡ് വൺ എന്താണ്? തേർഡ് പേഷ്യന്റ് കെയർ. പേഷ്യന്റിനെ കെയർ ചെയ്യുന്നതിലൂടെ എങ്ങനെയാണ് ലീക്കേജസ് അല്ലെങ്കിൽ വേസ്റ്റ് ഉണ്ടാകുന്നത്? ഓക്കെ, in the course of patient care activities such as changing bed lines, cleaning bed pans or helping with personal cleanliness, there is a risk of leakage of body fluids and other materials. ഒരു പേഷ്യന്റിനെ കെയർ ചെയ്യുന്നതിലൂടെ എങ്ങനെയൊക്കെയാണ്? അവരുടെ ബെഡ് ലൈൻസ് അല്ലെ, ഹോസ്പിറ്റൽസ് നമുക്കറിയാം ഡെയിലി ബെഡ്ഷീറ്റ് ചേഞ്ച് ചെയ്യും, റൈറ്റ്? ക്ലിയറിംഗ് ബെഡ് പാൻസ്, യൂറിനൊക്കെ കളക്ട് ചെയ്യുന്ന വെസൽസ് ഉണ്ട്, ബെഡ് പാൻസ്, അത് റിമൂവ് ചെയ്യും. ഓക്കെ, ഹെൽപ്പിംഗ് വിത്ത് പേഴ്സണൽ ക്ലീൻനെസ്, ഒരു പേഷ്യന്റിനെ ക്ലീൻ ആക്കുന്നതിലൂടെ. ഓക്കെ, അപ്പോഴെല്ലാം എന്താണ്? ബ്ലഡ് ആകാം, ദെൻ ബോഡി ഫ്ലൂയിഡ്സ് ആകാം, അതിന്റെയൊക്കെ ലീക്കേജിന് ചാൻസസ് ഉണ്ട്. ചിലപ്പോൾ ഈവൻ ബെഡ്ഷീറ്റിൽ അവരുടെ ബോഡി ഫ്ലൂയിഡ്സ് അല്ലെങ്കിൽ യൂറിൻ അല്ലെങ്കിൽ ബ്ലഡ് ഒക്കെ അബ്സോർബ് ആയിട്ടുണ്ടാകാം അല്ലേ.
ഇതുമായിട്ട് കോണ്ടാക്ട് വരുന്നവർക്ക് നമ്മൾ നേരത്തെ സംസാരിച്ചതുപോലെ ബ്ലഡ് ബോൺ പാത്തജൻസ് രോഗങ്ങൾ പിടിപെടാൻ ചാൻസസ് ഉണ്ട്. രക്തത്തിലൂടെ പകരുന്ന രോഗങ്ങളാകാം, അല്ലെങ്കിൽ ബോഡി ഫ്ലൂയിഡ്സുമായിട്ട് കോണ്ടാക്ട് ഉണ്ടാകുന്ന രോഗങ്ങളാകാം. ഓക്കെ, ഇത്തരത്തില് പലതരത്തില് രോഗങ്ങൾ പിടിപെടാൻ ചാൻസസ് ഉണ്ട്. അപ്പൊ പേഷ്യന്റ് കെയർ ഇതിനൊരു സോഴ്സ് ആണ്, ഒരു റീസൺ ആണ് ലീക്കേജിന്. ഓക്കെ 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 സ്പീഡ് ആകുന്നുണ്ടോ പറയുന്നത്? സ്പീഡ് കുറയ്ക്കണോ? വേണ്ട വേണ്ട ഓക്കെയാണ്. ഓക്കെയാണ് മാം. മനസ്സിലായല്ലോ? പേഷ്യന്റ് കെയർ എങ്ങനെയാണ്? പേഷ്യന്റിനെ കെയർ ചെയ്യുന്നതിലൂടെ എങ്ങനെയാണ് സ്പില്ലേജ് ഉണ്ടാകുന്നത്, പ്രൊഡ്യൂസ് ചെയ്യുന്നത്? അവരുടെ ചേഞ്ച് ചെയ്യുന്ന ബെഡ്ഷീറ്റ് അല്ലെങ്കിൽ എന്താണ് ബെഡ് പാൻസ്. ഓക്കെ, ബെഡ് പാൻസ് മാറ്റുന്നതിലൂടെ അല്ലെങ്കിൽ എന്താണ് അവരെ ക്ലീൻ ചെയ്യുന്നതിലൂടെ. നമുക്കറിയാം ധാരാളം ബോഡി ഫ്ലൂയിഡ്സ് ഉണ്ടാകാം, അല്ലെങ്കിൽ ബെഡ്ഷീറ്റ് ബ്ലഡ് ഉണ്ടാകാം. ഓക്കെ, സലൈവ, ഓക്കെ, ഉമിനീരിന്റെ അംശം ഉണ്ടാകാം. അങ്ങനെ പലതരത്തിലുള്ള ബോഡി ഫ്ലൂയിഡ്സ് ഉണ്ടാകാം. ഇതുമായിട്ട് കോണ്ടാക്ട് വരുന്നവർക്ക് പലതരത്തിലുള്ള ഡിസീസ്, നേരത്തെ പറഞ്ഞതുപോലെ ഇൻഫെക്ഷൻസ് അല്ലെങ്കിൽ ഡിസീസ് ഒക്കെ ഉണ്ടാകാൻ ചാൻസസ് ഉണ്ട്. അപ്പൊ പേഷ്യന്റ് കെയർ ഇതിനൊരു സോഴ്സ് ആണ്, ഒരു റീസൺ ആണ്. ഹോസ്പിറ്റൽ ലീക്കേജ് വേസ്റ്റ് ഒരു റീസൺ ആണ് എന്ത്? പേഷ്യന്റ് കെയർ. നെക്സ്റ്റ് എന്താണ്? ഹാൻഡ്ലിംഗ് ആൻഡ് ഡിസ്പോസൽ ഓഫ് മെഡിക്കൽ വേസ്റ്റ്. എന്താ പറയുന്നത് ഇവിടെ? Hospitals create many medical waste which can consist of sharps, contaminated dressing and other dangerous materials. Improper handling and disposal of medical waste can cause leakage. നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഹോസ്പിറ്റൽസിൽ എന്താണ് ധാരാളം മെഡിക്കൽ വേസ്റ്റ് ഉണ്ട്. അതിൽ എന്തൊക്കെ ഇൻക്ലൂഡഡ് ആണ്? ഷാർപ്സ് ഒബ്ജക്ട്സ് ആവാം, ഓക്കെ, നീഡിൽസ് ആവാം, നീഡിൽസ് വരും, അതില് സിസേഴ്സ് വരും, നൈഫ്സ് വരും. പിന്നെന്താണ് ഈ പേഷ്യൻസ് ചേഞ്ച് ചെയ്യുന്ന ഡ്രസ്സസ് ഉണ്ട്, കണ്ടാമിനേറ്റഡ് ആയുള്ള ഡ്രസ്സസ് ഉണ്ട്, ക്ലീൻ അല്ലാത്ത ഡ്രസ്സസ് ഉണ്ട്. ഓക്കെ, ഗ്ലൗസ്, ഓക്കെ, നഴ്സസ് യൂസ് ചെയ്യുന്ന ഗ്ലൗസ്, അങ്ങനെ പലതരത്തിലുള്ള മെറ്റീരിയൽസും നമ്മൾ എങ്ങനെ പ്രോപ്പർ ആയിട്ട് ഹാൻഡിൽ ചെയ്യണം. ഓക്കെ, ഈ പ്രോപ്പർ ആയിട്ട് ഹാൻഡിൽ ചെയ്തില്ലെങ്കിൽ അത് ലീക്കേജസിന് കാരണമാകുന്നുണ്ട്. ക്ലിയർ ആണോ? ഷാർപ്സ് ഒബ്ജക്ട്സ് ആവാം. നമ്മൾ നേരത്തെ ഫാർമസിയിൽ നമ്മൾ മെഡിസിൻസിനെ കുറിച്ച് പറഞ്ഞു. എക്സ്പയർഡ് ആയിട്ടുള്ള മെഡിസിൻസ് ആകാം, അല്ലെങ്കിൽ നേഴ്സസ് അല്ലെങ്കിൽ ഡോക്ടേഴ്സ് യൂസ് ചെയ്യുന്ന നൈഫ്സ്, സിസേഴ്സ്, നീഡിൽസ്, അല്ലെങ്കിൽ എന്താണ് ഗ്ലൗസ്, അല്ലെങ്കിൽ രോഗി യൂസ് ചെയ്യുന്ന അവരുടെ ഡ്രസ്സസ് ആകാം. എല്ലാം കണ്ടാമിനേറ്റഡ് ആയിട്ടുള്ള എല്ലാ ഡ്രസ്സസും ഇതൊക്കെ പ്രോപ്പർ ആയിട്ട് ഹാൻഡിൽ ചെയ്തില്ലെങ്കിൽ എന്തിന്റെ റീസൺ ആണ്? ലീക്കേജിന് റീസൺ ആണ്. അപ്പൊ ഇതും ഒരു ലീക്കേജ്, ഹോസ്പിറ്റൽ ലീക്കേജ് വേസ്റ്റിന്റെ സോഴ്സ് ആണ്. ഓക്കെ ആണോ? ഓക്കെ, നെക്സ്റ്റ് എന്താണ്? മെയിൻ്റനൻസ് ആൻഡ് റിപ്പയർ ഓഫ് മെഡിക്കൽ എക്യുപ്മെന്റ്. എന്താ അതിൽ പറയുന്നത്? Maintenance and repair of medical equipment. Hospitals use different kinds of complex medical equipment and devices which need regular maintenance and repair. The use of dangerous materials in these activities can cause leakage. അപ്പോ ഹോസ്പിറ്റൽസിലെ ഉള്ള മെഡിക്കൽ എക്യുപ്മെന്റ്സ് യൂസ് ചെയ്യുന്നുണ്ട് ഹോസ്പിറ്റൽസിൽ ധാരാളം, അല്ലേ? ടൂൾസ് ആൻഡ് ഡിവൈസസ് ഒക്കെ, ഡിഫറെന്റ് കൈൻഡ്സ് ഓഫ് ടൂൾസ് ആൻഡ് ഡിവൈസസ് ഒക്കെ യൂസ് ചെയ്യുന്നുണ്ട്. അപ്പൊ ഇത് പ്രോപ്പർ ആയിട്ട് മെയിൻറ്റെയിൻ ചെയ്യണം, അല്ലെങ്കിൽ ക്ലീൻ ചെയ്യണം, അല്ലേ? ഇപ്പൊ നീഡിൽസ് ഒക്കെ നമ്മൾ പറഞ്ഞ പോലെ വൺ ടൈം യൂസ് ആണ്, അല്ലേ? പക്ഷെ സിസേഴ്സിന്റെ കാര്യം ഡൗട്ട് ആണോ? ഈ ഡൗട്ട് മാഡം പറയുന്നത് നോട്ട് ചെയ്ത് വെക്കണ്ടേ? നിങ്ങൾക്ക് PDF ലഭിച്ചിട്ടില്ല? ഇത് PDF, ഇതിന്റെ PDF അത് സേവ് ചെയ്ത് വെച്ചാൽ മതിയാ? കിട്ടിയിട്ടില്ല മാം. മിസ് എനിക്ക് ഓക്കെ, എന്താ ഇതിൽ പറയുന്നത്? പ്ലീസ് മ്യൂട്ട്. ഓക്കെ, മെയിൻ്റനൻസ് ആൻഡ് റിപ്പയർ ഓഫ് മെഡിക്കൽ എക്യുപ്മെന്റ്. ഹോസ്പിറ്റൽസ് ധാരാളം എക്യുപ്മെന്റ്സ് ആൻഡ് ഡിവൈസസ് യൂസ് ചെയ്യുന്നുണ്ട്.
ഓക്കെ, നോട്ട്സ് ക്ലാസ് റൂമിൽ അവൈലബിൾ ആണ് കേട്ടോ, ക്ലാസ് റൂമിലുണ്ട്. ദെൻ മെയിൻ്റനൻസ് ആൻഡ് റിപ്പയർ ഓഫ് മെഡിക്കൽ എക്യുപ്മെന്റ്സ്. ഹോസ്പിറ്റൽസിൽ ധാരാളം എക്യുപ്മെന്റ്സ് ആൻഡ് ഡിവൈസസ് യൂസ് ചെയ്യുന്നുണ്ട്. നീഡിൽസ് ഒക്കെ വൺ ടൈം യൂസ് ആണ്. എഗെയിൻ അത് യൂസ് ചെയ്യോ, റീയൂസ് ചെയ്യാവോ നീഡിൽസ്? No, ma'am. പക്ഷെ അറ്റ് സെയിം ടൈം സിസേഴ്സ് ഒക്കെ നമുക്ക് റീയൂസ് ചെയ്യാം. എങ്ങനെ റീയൂസ് ചെയ്യണം? അത് പ്രോപ്പർ ആയിട്ട് ക്ലീൻ ചെയ്തിട്ടുണ്ടാകണം അല്ലേ? അപ്പോൾ ക്ലീൻ ചെയ്യാൻ യൂസ് ചെയ്യുന്ന കെമിക്കൽസ് അല്ലെങ്കിൽ ഈ നീഡിൽസ് ഇതൊക്കെ നമ്മൾ പ്രോപ്പർ ആയിട്ട് ഹാൻഡിൽ ചെയ്തില്ലെങ്കിൽ അതും എഗെയിൻ ഒരു ലീക്കേജസ് ആണ്. ഓക്കെ, നമ്മൾ ഇത്തരം മെറ്റീരിയൽസ് ആൻഡ് എക്യുപ്മെന്റ്സ് യൂസ് ചെയ്യുമ്പോൾ അത് പ്രോപ്പർ ആയിട്ട് ഹാൻഡിൽ ചെയ്യണം. അപ്പോൾ വൺ ടൈം യൂസിനുള്ളത് നമ്മൾ പിന്നീട് യൂസ് ചെയ്യത്തില്ല അല്ലേ, അത് നമ്മൾ ഡിസ്കാർഡ് ചെയ്യണം. നെക്സ്റ്റ് സിസേഴ്സ് ആൻഡ് നൈഫ്സ് ഒക്കെ ആണെങ്കിൽ നമുക്കത് കെമിക്കൽ മിക്സിലൂടെ ക്ലീൻ ചെയ്ത് യൂസ് ചെയ്യാം. ഓക്കെ, അപ്പൊ ഇതിന് യൂസ് ചെയ്യുന്ന കെമിക്കൽസ് നമ്മൾ പ്രോപ്പർ ആയിട്ട് ഹാൻഡിൽ ചെയ്തില്ലെങ്കിൽ അവിടെ ലീക്കേജ് സംഭവിക്കുന്നുണ്ട്. നീഡിൽസ് പ്രോപ്പർ ആയിട്ട് ഹാൻഡിൽ ചെയ്തില്ലെങ്കിൽ അതും ലീക്കേജിന് കാരണമാകുന്നുണ്ട്. ഓക്കെ ആണോ? മെയിൻ്റനൻസ് ആൻഡ് റിപ്പയർ ഓഫ് മെഡിക്കൽ എക്യുപ്മെന്റ്സ് ക്ലിയർ ആയോ? ഓക്കെ, ലാസ്റ്റ് വൺ, സിക്സ്ത് വൺ. എന്താണ് സിക്സ്ത് വൺ? സ്പിൽസ് ഇൻ ദ കോഴ്സ് ഓഫ് ട്രാൻസ്പോർട്ട്. Spills in the course of transport. In the course of transporting medical waste, laboratory samples and other dangerous materials within the hospital or to an off-site facility, there is a risk of leakage. ഹോസ്പിറ്റൽസിൽ ധാരാളം മെഡിക്കൽ വേസ്റ്റ് ഉണ്ട്. ദെൻ ലാബുകളിൽ ധാരാളം സാമ്പിൾസ് എത്തുന്നുണ്ട് ടെസ്റ്റ് ചെയ്യാനായിട്ട്. ബ്ലഡ് സാമ്പിൾസ്, ബോഡി ഫ്ലൂയിഡ് സാമ്പിൾസ്, ഓക്കെ, യൂറിൻസ് മുതലായവ എത്തുന്നുണ്ട്. അപ്പോൾ ഇതിന്റെയൊക്കെ വേസ്റ്റ്, ഇത്തരത്തിലുള്ള വേസ്റ്റുകൾ നമ്മൾ ട്രാൻസ്പോർട്ട് ചെയ്യുമ്പോൾ ഹോസ്പിറ്റലിനകത്താകാം അല്ലെങ്കിൽ വേറെ അവൈലബിൾ കൺവീനിയന്റ് ആയിട്ടുള്ള ഒരു പ്ലേസിലാകാം, ട്രാൻസ്പോർട്ട് ചെയ്യുന്ന സമയത്ത് ലീക്കേജസ് ഉണ്ടാകാൻ ചാൻസസ് ഉണ്ട്. ഓക്കെ, ക്ലിയർ ആയോ? അപ്പൊ ഇതും ഹോസ്പിറ്റൽ ലീക്കേജ് വേസ്റ്റ് ഒരു സോഴ്സ് ആണ്. ഓക്കെ അല്ലേ? ഓക്കെ മാഡം. ഓക്കെ, അപ്പൊ ഇത്രയാണ് നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യുന്നത്. ഓക്കെ, അപ്പൊ സോഴ്സസ് ഓഫ് ലീക്കേജ് വേസ്റ്റ് ഇൻ ഹോസ്പിറ്റൽസ് ഏതൊക്കെയാണ്? മെഡിക്കൽ പ്രൊസീജിയേഴ്സ് അതിന് റീസൺ ആണ്, ലബോറട്ടറി ടെസ്റ്റിംഗ്സ് റീസൺ ആണ്, ദെൻ പേഷ്യന്റ് കെയർ. ഓക്കെ, സ്പില്ലേജ് വേസ്റ്റ് ഒന്നുകൂടി പറയാം, പേടിക്കേണ്ട സുഖ, നമുക്ക് ഒന്നുകൂടി റിവൈസ് ചെയ്യാം കേട്ടോ, നോ പ്രോബ്ലം. ഓക്കെ, അപ്പൊ ഏതൊക്കെയാണ് സോഴ്സസ്? മെഡിക്കൽ പ്രൊസീജിയർ, Laboratory testing, patient care, handling and handling and disposal of medical waste. Spill in the course of transport. അതെ, ഇത്രയുമാണ് സോഴ്സസ് ഓഫ് ലീക്കേജ് വേസ്റ്റ് ഇൻ ഹോസ്പിറ്റൽസ്. ക്ലിയർ ആയെന്ന് വിശ്വസിക്കുന്നു. ഇപ്പൊ ലേറ്റ് ആയി ജോയിൻ ചെയ്തവർക്ക് വേണ്ടി നമുക്ക് ഒന്നുകൂടി റിവൈസ് ചെയ്യാം. നമ്മൾ വളരെ 2 പോയിന്റ് ഡിസ്കസ് ചെയ്തിട്ടുള്ളൂ, ടോപ്പിക്സ് ഡിസ്കസ് ചെയ്തിട്ടുള്ളൂ ഇന്നത്തെ ക്ലാസ്സിൽ. ഓക്കെ, എന്തായിരുന്നു സ്പില്ലേജ് വേസ്റ്റ്? എനിബഡി, എന്തായിരുന്നു സ്പില്ലേജ് വേസ്റ്റ്? ഫാത്തിമ, ഫാത്തിമ or anybody? Blood, body fluids, chemicals, and other potential dangerous substances. Okay, spillage. What is spillage waste? Spillage waste എന്ന് പറഞ്ഞാൽ എന്താണ്? Any item or material that are leaked from storage box, that's called spillage waste. അതെ, അതായത് നമ്മൾ സ്റ്റോർ ചെയ്ത് വെച്ചിരിക്കുന്ന ഒരു പ്ലേസിൽ നിന്ന് മെറ്റീരിയൽസ് ആവാം, സബ്സ്റ്റാൻസ് ആവാം, അത് ലീക്കേജ് ചെയ്യുന്നതിനെയാണ് നമ്മൾ സ്പില്ലേജ് വേസ്റ്റ് എന്ന് പറയുന്നത്. ഓക്കെ, നമ്മള് ഹോസ്പിറ്റൽസ് എന്ന് പറഞ്ഞു ബ്ലഡ് ആൻഡ് ബോഡി ഫ്ലൂയിഡ്സ് ഒക്കെ ഉണ്ട്. ദെൻ ചിലപ്പോ അതൊരു ഇൻഡസ്ട്രിയിലാണെങ്കിലോ, ഒരു കെമിക്കൽ മാനുഫാക്ചറിങ് യൂണിറ്റിലാണെങ്കിൽ അവിടെ കെമിക്കൽസ്. ഓക്കെ, ചെയ്യാവോ പ്ലീസ്?
PDF ഒന്ന് മുകളിലേക്ക് സ്ക്രോൾ ചെയ്യോ? ഓക്കെ ഓക്കെ. റിജോ ഫസ്റ്റ് പേജ്. റിജോ ഓക്കെ, ക്ലിയർ അല്ലേ? യെസ് മാം. ഇപ്പൊ എന്തായിരുന്നു സ്പില്ലേജ് വേസ്റ്റ്? ഇനി മെറ്റീരിയൽസ് ഓർ മെയിൻ ഒരു സബ്സ്റ്റാൻസസ് നമ്മൾ സ്റ്റോർ ചെയ്ത് വെച്ചിരിക്കുന്ന പ്ലേസിൽ നിന്നും ലീക്കേജ് ആവുന്നതിനെയാണ് സ്പില്ലേജ് വേസ്റ്റ് എന്ന് പറയുന്നത്. ബോഡി ഫ്ലൂയിഡ്സ്, കെമിക്കൽസ് ആൻഡ് പൊട്ടൻഷ്യൽ ഡേഞ്ചറസ് സബ്സ്റ്റൻസിനെ പറയുന്ന പേരല്ലേ മേഡം സ്പില്ലേജ് വേസ്റ്റ്? ഡിസ്പോസൽ ചെയ്യണം. സോറി, ക്ലിയർ ആയില്ല. എന്താണ് കെമിക്കൽ? കെമിക്കൽ ആയിട്ടുള്ള ഈ ബോഡി ഫ്ലൂയിഡ്സ്, ബ്ലഡ്, കെമിക്കൽസ്, പൊട്ടൻഷ്യൽ ഡേഞ്ചറസ് സബ്സ്റ്റൻസ് എല്ലാത്തിനെയും മെറ്റീരിയൽസിനെ ഡിസ്പോസ് ചെയ്യണ പേരാണ് സ്പില്ലേജ് വേസ്റ്റ്. ഓക്കെ, ക്ലിയർ അല്ലേ? അതെ, ക്ലിയർ ആണ്. മാനുഫാക്ചറിങ്, ഇപ്പൊ കെമിക്കൽ മാനുഫാക്ചറിങ് യൂണിറ്റ് ആണെങ്കിൽ കെമിക്കൽസ് ചിലപ്പോൾ അവർ സ്റ്റോർ ചെയ്ത് വെച്ചിട്ടുണ്ടാകാം, അതിന് ലീക്കേജ് സംഭവിക്കാം. അല്ലെങ്കിൽ ഇപ്പൊ ഓയിൽ മാനുഫാക്ചറിങ് യൂണിറ്റ് ആണെങ്കിൽ ഓയിൽ അവർ സ്റ്റോർ ചെയ്ത് വെച്ചിട്ടുണ്ടാകാം, അതിന് ലീക്കേജ് സംഭവിക്കാം. ഈവൻ നമ്മൾ നമ്മുടെ വീട്ടിലെ കാര്യം പറഞ്ഞല്ലേ, ഗ്യാസ് ലീക്കേജ് ഉണ്ടാവാറുണ്ട് അല്ലേ? അപ്പൊ അതേപോലെ ഹോസ്പിറ്റൽസിൽ എന്താണ് ലീക്കേജ് സംഭവിക്കുന്നത്? എന്തിനൊക്കെയാണ്? ബ്ലഡ് ലീക്കേജ് ആവാം. ഇപ്പൊ ടെസ്റ്റ് ചെയ്യുന്ന സമയത്ത് ബ്ലഡ് നമ്മൾ സാമ്പിൾസ് എടുത്ത് വെക്കും, യൂറിന്റെ സാമ്പിൾ കളക്ട് ചെയ്ത് വെക്കും അല്ലേ? ഡിഫറെന്റ് കൈൻഡ്സ് ഓഫ് ബോഡി ഫ്ലൂയിഡ്സിന് ടെസ്റ്റ് ചെയ്യാറുണ്ട്. അപ്പൊ ഈ ചെയ്യുന്ന സമയത്തേക്ക് നമ്മുടെ കയ്യിൽ നിന്ന് അബദ്ധത്തിൽ ചിലപ്പോഴൊക്കെ താഴെ വീണ് ബോട്ടിൽസ് പൊട്ടുകയോ അല്ലെങ്കിൽ സ്പ്രെഡ് ആകുകയോ ചെയ്താൽ അതിന് നമ്മൾ പ്രോപ്പർ ആയിട്ട് ഹാൻഡിൽ ചെയ്യണം. ഓക്കെ, നമ്മളിതിനെ പ്രോപ്പർ ആയിട്ട് ഡിസ്കാർഡ് ചെയ്യണം ആ സ്പില്ലിനെ. ഓക്കെ അല്ലേ? വൈകി ജോയിൻ ചെയ്തവര് ക്ലിയർ ആയോ സ്പില്ലേജ് വേസ്റ്റ് എന്താണെന്ന്? ലേറ്റ് ആയിട്ട് ജോയിൻ ചെയ്തിട്ട് ഒരു തവണ കൂടി ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്യാവോ? ഒന്നും കൂടി എക്സ്പ്ലെയിൻ ചെയ്യാനാണോ? അതെ അതെ. ഓക്കെ മേഡം, ഇതിന്റെ നോട്ട് നമുക്ക് PDF നോട്ട് ആക്കിയിട്ട് കിട്ടിയിട്ടില്ല കേട്ടാ മേഡം, ഇതിന്റെ നോട്ട്. ഓക്കെ ഓക്കെ. അപ്പോ എന്താണ് സ്പില്ലേജ് വേസ്റ്റ്? നമ്മൾ ഓൾറെഡി സെറ്റ് ചെയ്ത് വെച്ച ഒരു സ്റ്റോറേജ് ബോക്സിൽ നിന്നോ അല്ലെങ്കിൽ കണ്ടെയ്നറിൽ നിന്നോ എന്തെങ്കിലും മെറ്റീരിയൽസ് അല്ലെങ്കിൽ സബ്സ്റ്റാൻസസ് ലീക്കേജ് ആകുന്നതിനെയാണ് സ്പില്ലേജ് വേസ്റ്റ് എന്ന് പറയുന്നത്. എവിടെയൊക്കെ ഇങ്ങനെ സ്പില്ലേജ് വേസ്റ്റ് കാണാം? ഹോസ്പിറ്റൽസിലുണ്ട്, ഈവൻ നമ്മുടെ ഹോമിലുണ്ട്, ദെൻ ഇൻഡസ്ട്രിയിലുണ്ട് അല്ലേ? ലബോറട്ടറീസിലുണ്ട്. ഓക്കെ, ലാബിൽ അങ്ങനത്തെയുള്ള സ്പില്ലേജ് ആണുള്ളത്. ബ്ലഡ് ഉണ്ടാകാം, ദെൻ ബോഡി ഫ്ലൂയിഡ്സ് ഉണ്ടാകാം, ഓക്കെ, കെമിക്കൽസ് ഉണ്ടാകാം. ഈ ടെസ്റ്റിന് വേണ്ടി യൂസ് ചെയ്യുന്ന ഡിഫറെന്റ് കൈൻഡ്സ് ഓഫ് കെമിക്കൽസ് ഉണ്ട് അല്ലെ? അതിനുവേണ്ടി യൂസ് ചെയ്യുന്ന റിയേജൻസ് ഉണ്ട്. അപ്പൊ ഇതൊക്കെ ലീക്കേജസിന് കാരണം. ലീക്കേജസ് ഉണ്ടായാൽ ഇതിനെങ്ങനെ നമുക്ക് പ്രോപ്പർ ആയിട്ട് ഹാൻഡിൽ ചെയ്യാം അല്ലെങ്കിൽ മാനേജ് ചെയ്യാം എന്നാണ് സ്പില്ലേജ് മാനേജ്മെന്റിൽ പറയുന്നത്. ഓക്കെ, ഇതിനെ പ്രോപ്പർ ആയിട്ട് ഡിസ്കാർഡ് ചെയ്തില്ലെങ്കിൽ എന്താ സംഭവിക്കുന്നത്? ഇതിന്റെ ഹലോ അജിൻ, ക്ലിയർ ആയില്ലായിരുന്നു. ഇതിന്റെ നോട്ട്സ് PDF ഉണ്ടാവില്ലേ? ക്ലാസ് റൂമിലുണ്ട്. ഓക്കെ, എക്സ്ക്യൂസ് മീ മാം. അപ്പൊ നമ്മളിത് പ്രോപ്പർ ആയിട്ട് ഹാൻഡിൽ ചെയ്തില്ലെങ്കിൽ മാനേജ് ചെയ്തിട്ട് എന്താ സംഭവിക്കുന്നത്? നമ്മുടെ ഹ്യൂമൻ ഹെൽത്തിനെ അഫക്ട് ചെയ്യും, എൻവയോൺമെന്റിനെയും അത് അഫക്ട് ചെയ്യും അല്ലേ? ഹാർംഫുൾ ആയിട്ട് അഫക്ട് ചെയ്യും. ഇത് ആരെയാണ് കൂടുതലായിട്ട് ബാധിക്കുന്നത്? ഇതുമായിട്ട് കോണ്ടാക്ട് വരുന്നത് ആർക്കാണ് കൂടുതലും? പേഷ്യന്റിനുമാണ് ഇത് കോണ്ടാക്ട് വരുന്നത്, ഇതുമായിട്ട് കോണ്ടാക്ട് ഉണ്ടാകുന്നത്. ഓക്കെ, അപ്പൊ ഇത് എങ്ങനെ പ്രോപ്പർ ആയിട്ട് മാനേജ് ചെയ്യണമെന്നതിന് ഹോസ്പിറ്റലിന് ഒരു പ്രോപ്പർ ആയിട്ടുള്ള ഒരു പ്ലാൻ ഉണ്ടായിരിക്കണം. ഓക്കെ, ഒരു പ്രോപ്പർ പ്ലാൻ ഇല്ലാതെ നല്ല രീതിയിൽ ഇത് മാനേജ് ചെയ്യാൻ പറ്റുമോ? ഈ വേസ്റ്റിനെ ബയോവേസ്റ്റ് നല്ല പ്രോപ്പർ ആയിട്ട് മാനേജ് ചെയ്യണമെങ്കിൽ ഹോസ്പിറ്റലിന് നല്ലൊരു പ്രോപ്പർ പ്ലാൻ ഉണ്ടായിരിക്കണം അല്ലെ? എന്തിന്റെയൊക്കെ പ്ലാൻ ഉണ്ടായിരിക്കണം? ഏതൊക്കെയാണ്? മ്യൂട്ട് ചെയ്യാവോ മായ? ഓക്കെ,
എന്തെന്നാ കൺഫേം ചെയ്യാമോ എന്ന് ചോദിച്ചത്. നോട്ട്സ് ക്ലാസ് റൂമിൽ അവൈലബിൾ ആണ്. റൈറ്റ്? ഓക്കെ. അപ്പൊ നമ്മൾ ഹോസ്പിറ്റലിൽ ഇതിന് പ്രോപ്പർ ആയിട്ട് ഒരു പ്ലാൻ ഉണ്ടായിരിക്കണം. ഓക്കെ, ട്രെയിൻഡ് ആയിട്ടുള്ള സ്റ്റാഫ് ഉണ്ടായിരിക്കണം. ഓക്കെ, ഓക്കെ മാം. പ്രോപ്പർ ആയിട്ടുള്ള ഒരു മാനേജ്മെന്റ് സിസ്റ്റം ഉണ്ടായിരിക്കണം. ഇതിന് എങ്ങനെയാണ് പ്രോപ്പർ ആയിട്ടുള്ള എക്യുപ്മെന്റ്സ് അവൈലബിൾ ആയിരിക്കണം. ഓക്കെ, കാരണം എക്യുപ്മെന്റ്സ് അവൈലബിൾ ആയിരിക്കണം. അപ്പോൾ എക്യുപ്മെന്റ്സ് ഏതൊക്കെയാണെന്ന് നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാം. ഈ എക്യുപ്മെന്റ്സ് യൂസ് ചെയ്യാനായിട്ട് ട്രെയിൻഡ് ആയിട്ടുള്ള സ്റ്റാഫുകൾ ഉണ്ടായിരിക്കണം. ഓക്കെ, പിന്നെ എങ്ങനെയായിരിക്കണം ഡിസ്കാർഡ് ചെയ്യേണ്ടത്? എങ്ങനെയായിരിക്കണം? ലോക്കൽ റെഗുലേഷന്റെ ബേസിലും ഹോസ്പിറ്റൽസിന്റെ ഒരു പോളിസി ഉണ്ട്. ആ പോളിസിയുടെ ബേസിലും ആയിരിക്കണം വേസ്റ്റുകൾ ഡിസ്കാർഡ് ചെയ്യേണ്ടത്, അല്ലേ? റൈറ്റ്? ലേറ്റ് ആയവർക്ക് ക്ലിയർ ആയിരിക്കുന്നു. നെക്സ്റ്റ് നമ്മൾ ഇതുമായിട്ട് ബന്ധപ്പെട്ട റിസ്ക് ഏതൊക്കെയാണെന്നാണ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഇൻഫെക്ഷൻ. അതെ, ഇൻഫെക്ഷൻ. ഇൻഫെക്ഷൻ ആരെയാണ് ഏറ്റവും കൂടുതൽ ബാധിക്കുന്നത്? ആരായിട്ടാണ് കോണ്ടാക്ട് ചെയ്യുന്നത്? സ്റ്റാഫിനെയും പേഷ്യൻസിനെയും. പ്ലീസ് മ്യൂട്ട്. ഡിസ്റ്റർബൻസ് ആവുന്നുണ്ട്, അതുകൊണ്ടാണോ? പ്ലീസ് മ്യൂട്ട്. ഇൻഫെക്ഷൻസ് ഏതൊക്കെയാണ്? ബ്ലഡ് ആൻഡ് ബോഡി ഫ്ലൂയിഡ്സ് ക്യാൻ സ്പ്രെഡ്. പലതരം ഡിസീസസ് പടർത്തുന്നുണ്ട്, അല്ലേ? ഏതൊക്കെയാണ്? HIV അല്ലെങ്കിൽ ഹെപ്പറ്റൈറ്റിസ് B and C, അല്ലെങ്കിൽ രക്തത്തിലൂടെ പകരുന്ന മറ്റ് പല രോഗങ്ങളുമുണ്ട്, പലതരം രോഗങ്ങളുമുണ്ട്. അതൊക്കെ ഉണ്ടാകാനുള്ള ചാൻസസ് ഉണ്ട്. ഈ ബ്ലഡ് അല്ലെങ്കിൽ ബോഡി ഫ്ലൂയിഡ്സ് ആയിട്ട് കോണ്ടാക്ട് വരുന്നവർക്ക് ഇത്തരത്തിലുള്ള രോഗങ്ങൾ പിടിപെടാൻ ചാൻസസ് ഉണ്ട്. ഒക്കെയാണോ? ആർക്കൊക്കെയാണ് ഇത് കോണ്ടാക്ട് വരുന്നത്? ആരൊക്കെയാണ്? പേഷ്യൻസ് ആൻഡ് ഹെൽത്ത് കെയർ സ്റ്റാഫ്. പിന്നെന്താണ്? കെമിക്കൽ എക്സ്പോഷർ. Can you say what is chemical exposure? Anybody? Leakage of chemicals and healthcare staff patient to toxic substance. എന്താണ് കെമിക്കൽ എക്സ്പോഷർ? അത് ആരെയാണ് ബാധിക്കുന്നത്? ഹെൽത്ത് കെയർ സ്റ്റാഫിനെയും കാരണമാകുന്നുണ്ട് ഈ കെമിക്കൽ എക്സ്പോഷർ. ഇത് അഫക്ട് ചെയ്ത സ്കിൻ ഇറിറ്റേഷൻ ഉണ്ടാകാം, അല്ലേ? റെസ്പിറേറ്ററി പ്രോബ്ലംസ് ഉണ്ടാകാം. പേര് വിളിക്കാം. ഫാത്തിമ പറയൂ. ഫാത്തിമ. സ്കിൻ ഇറിറ്റേഷൻ. സ്കിൻ ഇറിറ്റേഷൻ ഉണ്ടാകാം. റെസ്പിറേറ്ററി പ്രോബ്ലംസ്. ശ്വാസം എടുക്കുന്നതിലുള്ള ബുദ്ധിമുട്ടുണ്ടാകാം. ഹെൽത്ത് ഇഷ്യൂസ്. അതർ ഹെൽത്ത് ഇഷ്യൂസ് ഉണ്ടാകാം. എന്തൊക്കെ ഉണ്ടാകാം? സ്കിൻ ഇറിറ്റേഷൻ പോലെ അലർജീസ് ഒക്കെ ഉണ്ടാവാം. റാഷസ് വരാം, അല്ലേ? അപ്പൊ കെമിക്കൽ എക്സ്പോഷർ ക്ലിയർ ആയി കരുതുന്നു. നെക്സ്റ്റ് ആണ് ഇഞ്ചുറി. ഇഞ്ചുറി എങ്ങനെയൊക്കെ സംഭവിക്കാം? ആക്സിഡന്റ്. നമ്മൾ ഹോസ്പിറ്റലിൽ ഷാർപ്സ് ഒബ്ജക്ട്സ് ഉണ്ടെന്ന് പറഞ്ഞു, അല്ലേ? ഏതൊക്കെയാണ് ഷാർപ്സ് ആയിട്ടുള്ള ഒബ്ജക്ട്? ഡിഫറെന്റ് കൈൻഡ്സ് ഓഫ് ഷാർപ്പ് ഒബ്ജക്ട്സ് ഉണ്ട്. ഏതൊക്കെയാണ്? ഇത് ഷാർപ്പുമായിട്ട് കോണ്ടാക്ട് വരുന്നവർക്ക് മുറിവുണ്ടാകാൻ ചാൻസ് ഉണ്ട്, അല്ലേ? ഈ മുറിവിലൂടെ എങ്ങനെ? ഈ മുറിവിലൂടെ PDF ഒന്ന് സ്ക്രോൾ ചെയ്യാമോ റിജോ? Just listen here, okay? ശ്രദ്ധിച്ചിരിക്കട്ടോ. അപ്പൊ ഇഞ്ചുറീസ് ഉണ്ടാവാൻ ചാൻസസ് ഉണ്ട്, അല്ലെ? മുറിവുകൾ ഉണ്ടാകാൻ ചാൻസ് ഉണ്ട്. ഈ മുറിവിലൂടെ അഗെയിൻ രക്തത്തിലൂടെ പകരുന്ന രോഗങ്ങൾ പടർന്നു പിടിക്കാൻ ചാൻസസ് ഉണ്ട്. ഓക്കെ, ക്ലിയർ ആയോ ഇഞ്ചുറി? Okay, ma'am. Clear ആണ്. And what's next? Radiation exposure. എന്താണ് radiation exposure?
വൈശാഖ്. സിൻഡോ, can you say സിൻഡോ? Radiation exposure. Anybody? Leakage of radioactive material. പേരെന്താണ്? Surya. സോറി, Surya. സൂര്യ. Leakage of എന്താണ് റേഡിയേഷൻ എക്സ്പോഷർ? leakage of radioactive material. എല്ലാവരും കൊടുത്തോളൂ. സൂര്യ പറയൂ, എന്താണ്? Leakage of radioactive materials. Hmm. It may leads to radiation exposure. എന്തൊക്കെ രോഗങ്ങൾ വരാം? റേഡിയോ ആക്റ്റീവ് മെറ്റീരിയൽസിന് എന്തൊക്കെ രോഗങ്ങൾക്ക് കാരണമാകുന്നുണ്ട്? Skin Cancer. cancer, tumor. ബാക്കി എല്ലാവരും തുടരും. Please mute. Cancer, tumor. അതെ, ബ്രെയിൻ ട്യൂമർ വരാൻ ചാൻസസ് ഉണ്ട്. ഹൈ ഡോസ് ആണെങ്കിൽ എന്ത് സംഭവിക്കാം? ഇവൻ ഡെത്തിന് വരെ കാരണമാകുന്നത് അല്ലേ? അതെ. അപ്പൊ അത് ക്ലിയർ അല്ലേ? റേഡിയേഷൻ എക്സ്പോഷർ ക്ലിയർ ആയില്ലേ? അതെ. നെക്സ്റ്റ് എന്താണ്? മായ, can you read it? മായ. Environmental pollution. Environmental pollution. Okay, മായ, continue. Fifth one, environmental pollution. And the leakage of dangerous materials can contaminate the environment. Including soil, water and air. This pollution can cause long-term results on human health and the environment. എന്താണ് അതിൽ നിന്ന് മനസ്സിലായത്? എന്താണ് environment pollution, മായ? മായ, ഈ വേസ്റ്റ് സംഭവിക്കുന്നത് പലതരത്തിലുള്ള രോഗങ്ങൾക്ക് അത് കാരണമാകും അല്ലേ? സോയിൽ, വാട്ടർ, എൻവയോൺമെന്റിനെയും അഫക്ട് ചെയ്യും. Yes. നെക്സ്റ്റ് എന്താണ്? ലീഗൽ ആൻഡ് ഫിനാൻഷ്യൽ റെസ്പോൺസിബിലിറ്റി. ഫസ്ന, can you say? ഫസ്ന, എന്താണ് ലീഗൽ ആൻഡ് ഫിനാൻഷ്യൽ റെസ്പോൺസിബിലിറ്റി ഉള്ളത്? ഹോസ്പിറ്റലിന്റെ റെസ്പോൺസിബിലിറ്റി എന്താണ്? ഫസ്ന. മാഡം കേൾക്കുന്നില്ല. ലീഗൽ ആൻഡ് ഫിനാൻഷ്യൽ റെസ്പോൺസിബിലിറ്റി. കട്ടായി പോകുന്നു. ആണോ? എല്ലാവർക്കും ആണോ? അല്ല, ക്ലിയർ ആണ്. PDF ഒന്ന് സ്ക്രോൾ ചെയ്യാൻ പറയോ? റിജോ ഒന്ന് സ്ക്രോൾ ചെയ്യാവോ PDF? റിജോ, കട്ടായാണല്ലോ കേൾക്കണത്. ഓക്കെ. ഇത് നെറ്റ് ഇഷ്യൂ ആയിരിക്കാം. റിജോ, ബ്രേക്ക് ആവണം. ഓക്കെ, അപ്പൊ ഞാൻ വായിക്കാം, എന്താണെന്ന് പറഞ്ഞു തന്നാൽ മതി. ഓക്കെ, ഫസ്റ്റ് ലീഗൽ ആൻഡ് ഫിനാൻഷ്യൽ റെസ്പോൺസിബിലിറ്റി. Inappropriate handling and disposal of leakage waste may cause illegal and financial liability for hospitals and healthcare organization. എന്താണ്? ഹെൽത്ത് കെയർ ഹോസ്പിറ്റൽ ഇതിനൊക്കെ ഈ വേസ്റ്റ് പ്രോപ്പർ ആയിട്ട് ഹാൻഡിൽ ചെയ്തില്ലെങ്കിൽ അത് ആരെയാണ് അഫക്ട് ചെയ്യുന്നത്? ഹോസ്പിറ്റൽസിന് ഫിനാൻഷ്യൽ ലയബിലിറ്റി ഉണ്ടാകും അല്ലേ? ലീഗൽ ആൻഡ് ഫിനാൻഷ്യൽ ലയബിലിറ്റീസ് ഉണ്ടാകാൻ ചാൻസസ് ഉണ്ട് അല്ലേ? പ്രോപ്പർ ആയിട്ട് ഈ വേസ്റ്റ് നമ്മൾ ഹാൻഡിൽ ചെയ്യണം, അല്ലെങ്കിൽ ഡിസ്കാർഡ് ചെയ്യണം. ഓക്കെ അല്ലേ? ഓക്കെ. നെക്സ്റ്റ് എന്തായിരുന്നു നമ്മൾ പറഞ്ഞത്? നമ്മൾ ഡിസ്കസ് ചെയ്തത് എന്തായിരുന്നു? നെക്സ്റ്റ് ടോപ്പിക് എന്തായിരുന്നു? സോഴ്സസ് ഓഫ് ലീക്കേജ് വേസ്റ്റ് ഇൻ ഹോസ്പിറ്റൽസ്. ഏതൊക്കെയാണ്? ഏതൊക്കെ രീതിയിലാണ് വേസ്റ്റ് ക്രിയേറ്റ് ആകുന്നത് ഹോസ്പിറ്റൽസിൽ? മെഡിക്കൽ പ്രൊസീജിയേഴ്സ്. ഫാത്തിമ കണ്ടിന്യൂ. ഫാത്തിമ. Medical procedures. ഫസ്ന മ്യൂട്ട്. ഓക്കെ. മെഡിക്കൽ പ്രൊസീജിയേഴ്സിലൂടെ എങ്ങനെയാണ് എന്തൊക്കെ വേസ്റ്റ്? ഫാത്തിമ, അതേഴ്സ് പ്ലീസ് മ്യൂട്ട്. സർജറി ചെയ്യുന്ന സമയത്തല്ലേ, ഡ്യൂറിങ് സർജറീസ്. പിന്നെ ഫാത്തിമയ്ക്ക് ക്ലിയർ ആയിരുന്നോ ക്ലാസ്? ഫാത്തിമ, then anybody? Blood transfusion.
ആ ബ്ലഡ് Dialysis, blood transfusion. ഡയാലിസിസ് സമയത്ത് ദെൻ ആ സമയത്തൊക്കെ ബ്ലഡ് അല്ലെങ്കിൽ Blood transfer. ലീക്കേജ് ആകാൻ ചാൻസസ് ഉണ്ട്. ഓക്കെ നയന ക്യാരി കണ്ടിന്യൂ. നെക്സ്റ്റ് പോയിന്റ് ലബോറട്ടറി ടെസ്റ്റിംഗ്. നയന ലാബോറട്ടറി ടെസ്റ്റിംഗിൽ ബ്ലഡ് ആൻഡ് ഫ്ലൂയിഡ്സ് ലീക്കേജ് ചാൻസസ് ഉണ്ട്. ആ എന്തൊക്കെയാണ് വേസ്റ്റേജസ് ഉണ്ടാകുന്നത് ലബോറട്ടറി ടെസ്റ്റിന്റെ സമയത്ത്? ബ്ലഡ് ഉണ്ടാകാം അല്ലേ? ബ്ലഡ് ദെൻ ബോഡി ഫ്ലൂയിഡ്സ് ഉണ്ടാകാം. ടെസ്റ്റിന് യൂസ് ചെയ്യുന്ന കെമിക്കൽസ് ഉണ്ടാകാം. യൂറിൻ ഓക്കെ കെമിക്കൽ യൂറിൻ യൂസ് ചെയ്യുന്ന റിയേജൻസ് ഉണ്ടാകാം. ഓക്കെ Okay, ma'am. ഓക്കെ അല്ലേ ആര്യ? ആര്യക്ക് ക്ലിയർ ആയോ? Clear, ma'am. നെക്സ്റ്റ് എന്താണ് ആര്യ? പേഷ്യൻ കെയർ. എങ്ങനെയാണ് പേഷ്യൻ കെയറിലൂടെ വേസ്റ്റുകൾ ഉണ്ടാകുന്നത്? മേഡം ഞാൻ പറയാം മേഡം. പേരെന്താ? ബിനോയ്. ഓക്കെ ബിനോയ്. മേഡം ഇവർക്ക് പ്രോപ്പർ പേഷ്യൻ കെയർ എന്ന് പറയുമ്പോൾ ഇവർക്ക് പ്രോപ്പർ ആയിട്ടുള്ള ഈ ബ്രെഡ് റിമൂവ് ചെയ്യുക, പിന്നെ എന്തെങ്കിലും വേസ്റ്റ് അല്ലേ? പിന്നെ എന്തെങ്കിലും അവരുടെ ഡ്രസ്സസ് റിമൂവ് ചെയ്യുക, അതൊക്കെ ചെയ്യുമ്പോ ഇതൊക്കെ പിന്നെ ബെഡ് പാൻസ് ബ്ലഡ് അതൊക്കെ റിമൂവ് ചെയ്യുക. അതാണ് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഈ സമയത്തൊക്കെ ഇതൊക്കെ പ്രോപ്പർ ആയിട്ട് ഡിസ്പോസ് ചെയ്തില്ലെങ്കിൽ ലീക്കേജിന് ചാൻസ് ഉണ്ട് അല്ലേ? ലീക്കേജിന് ചാൻസ് ഓൾസോ ഉണ്ടാവും. വെരി ഗുഡ്. നെക്സ്റ്റ് എന്താണ്? ഹാൻഡ്ലിംഗ് ആൻഡ് ഡിസ്പോസൽ ഓഫ് മെഡിക്കൽ വേസ്റ്റ്. ഹാൻഡ്ലിംഗ് ആൻഡ് ഡിസ്പോസൽ ഓഫ് മെഡിക്കൽ വേസ്റ്റ്. എങ്ങനെ മെഡിക്കൽ വേസ്റ്റ് ഹാൻഡിൽ ചെയ്യണം? ഏതൊക്കെയാണ് ഹാൻഡിൽ ചെയ്യേണ്ടത്? ഏതൊക്കെയാണ്? ഷാർപ്സ് ഒബ്ജക്ട്സ്. ഓക്കെ ഡ്രസ്സസ് അതിന്റെ പ്രോപ്പർ ഹാൻഡ്ലിംഗ് കാരണം എല്ലാത്തരം വേസ്റ്റ് ആയിട്ടുള്ള എല്ലാത്തരം ബ്ലഡും അല്ലെങ്കിൽ അബ്സോർബ് ആയിട്ടുള്ള എല്ലാത്തരം മെറ്റീരിയൽസും വേസ്റ്റ് ആണ്. ഓക്കെ ഇത് നമ്മൾ പ്രോപ്പർ ആയിട്ട് ഹാൻഡിൽ ചെയ്യാൻ വേണം, ഡിസ്പോസ് ചെയ്യാൻ വേണം. ഗോട്ട് ഇറ്റ്? യെസ്. നെക്സ്റ്റ് പോയിന്റ് എന്താണ്? മെയിൻ്റനൻസ് ആൻഡ് റിപ്പയർ ഓഫ് മെഡിക്കൽ എക്യുപ്മെന്റ്. ഇതിലെങ്ങനെയാണ് വേസ്റ്റേജസ് ഉണ്ടാകുന്നത്? അറിയാം മെഡിക്കൽ എക്യുപ്മെന്റ്സ് ഏതൊക്കെയാണ്? മെഡിക്കൽ എക്യുപ്മെന്റ്സ് നമ്മൾ റിപ്പയർ ചെയ്യണം അല്ലെ? അല്ലെങ്കിൽ മെയിൻറ്റെയിൻ ചെയ്യണം പ്രോപ്പർ ആയിട്ട്. ആ സമയത്ത് യൂസ് ചെയ്യുന്ന ഡേഞ്ചറസ് മെറ്റീരിയൽ ക്ലീൻ ആക്കാനായിട്ട്. ഓക്കെ അല്ലെങ്കിൽ നീഡിൽസ്. ഈ നീഡിൽസ് ഒക്കെ പ്രോപ്പർ ആയിട്ട് നമ്മൾ ഡിസ്പോസ് ചെയ്യണം. അല്ലെങ്കിൽ അതും അഗെയിൻ ഒരു ലീക്കേജ് വേസ്റ്റ് ആണ്, സ്പില്ലേജ് വേസ്റ്റിന് കാരണമാകുന്നുണ്ട്. ഓക്കെ ക്ലിയർ ആയെന്ന് കരുതുന്നു. നെക്സ്റ്റ് എന്താണ്? സ്പിൽസ് ഇൻ ദ കോഴ്സ് ഓഫ് ട്രാൻസ്പോർട്ട്. മെഡിക്കൽ വേസ്റ്റ് ട്രാൻസ്പോർട്ട് ചെയ്യുമ്പോൾ അതായത് നേരത്തെ സംസാരിച്ച പോലെ ലബോറട്ടറി ഹോസ്പിറ്റലിൽ അല്ലെങ്കിൽ കൺവീനിയന്റ് ആയിട്ടുള്ള മറ്റൊരു പ്ലേസിലോട്ടോ ട്രാൻസ്പോർട്ട് ചെയ്യുന്ന സമയത്തും ലീക്കേജസ് ഉണ്ടാകാനായിട്ട് ട്രാൻസ്പോർട്ട് ചെയ്യുന്നു ലീക്കേജ് ഉണ്ടാവും ചാൻസസ് ഉണ്ട്. എന്തൊക്കെയായിരുന്നു സോഴ്സസ്? ഏതൊക്കെയാണ്? മെഡിക്കൽ പ്രൊസീജിയേഴ്സ്, മെഡിക്കൽ പ്രൊസീജിയർ, handling and disposal of medical waste, maintenance and repair of medical equipment, spills in the course of transport. ഇതാണ് നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തത്. ഓക്കെ അപ്പൊ നെക്സ്റ്റ് ക്ലാസ്സിൽ വരുമ്പോൾ ടൈപ്സ് ഓഫ് സ്പില്ലേജ് വേസ്റ്റ് ഹോസ്പിറ്റൽ റീഡ് ചെയ്തിട്ട് വരണം. ഓക്കെ മാഡം. 2:30 to 3:30 ഒരു ക്ലാസ് ഇല്ലേ? ആരും ലെഫ്റ്റ് ചെയ്യരുത്. ഓക്കെ Okay, ma'am. ഓക്കെ